നമസ്കാരം. UAPA ചാർത്തുന്നതിന് സർക്കാർ എതിരായതുകൊണ്ടാണ് റിയാസ് മൗലവി വധക്കേസിൽ ആ വകുപ്പ് ചാർത്താതിരുന്നതെന്ന് വിശദീകരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പകരം IPCയിലെ 153A എന്ന വകുപ്പ് ചാർത്താറുണ്ട് പോലീസെന്നും അദ്ദേഹം വിശദീകരിക്കുകയാണ്. പുസ്തകം കൈവശം വെച്ചതിന് അലൻ ഷുഹൈബിനും ത്വാഹയ്ക്കുമെതിരെ UAPA ചുമത്തിയ കേരളത്തിലെ ഏറ്റവും കൂടുതൽ UAPA ചുമത്തിയ സർക്കാരിൻ്റെ തലവനാണ് ഇപ്പോൾ ഇങ്ങനെ കൈകഴുകുന്നത്. UAPA ചാർത്താൻ പിണറായി വിജയൻ മടിക്കുന്നത് എന്തുകൊണ്ടാണ്? അതോ ആ മടി RSSനെതിരെ മാത്രമാണ്? സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മളൊപ്പം അതിഥികളായി കോൺഗ്രസ് വക്താവ് നൌഷാദ് അലി, വെൽഫെയർ പാർട്ടി നേതാവ് KA ഷഫീഖ്, CPM സഹയാത്രികൻ റജി ലൂക്കോസ് എന്നിവർ. ആദ്യം നൌഷാദ് അലി. നൌഷാദിൽ ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ചോദിക്കുന്നത്, ഈ റിയാസ് മൗലവി വധക്കേസിൽ UAPA ചാർത്തണം എന്നാവശ്യപ്പെടുന്നവരൊക്കെ UAPAക്ക് അനുകൂലമാണോ എന്ന് ഒരു മറു ചോദ്യം ചോദിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അത് ആരെ ഉദ്ദേശിച്ചാണ്? നിങ്ങളെയാണോ? ഇവിടെ ഈ UAPA ചുമത്തരുത് ഈ കേസിലെന്ന് പറയുന്ന പിണറായി വിജയൻ യഥാർത്ഥത്തിൽ UAPAക്ക് എതിരാണോ എന്നൊരു ചോദ്യമാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. കാരണം നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ കോഴിക്കോട്ടങ്ങാടിയിലെ പുസ്തകക്കടയിലൊക്കെ കിട്ടുന്ന പുസ്തകം വീട്ടിൽ കൈവശം വെച്ചു എന്ന കുറ്റം മുൻനിർത്തി UAPA ചുമത്തപ്പെട്ട രണ്ട് അലൻ താഹ എന്ന കൗമാരപ്രായക്കാർ അല്ലെങ്കിൽ യൗവനാരംഭത്തിൽ പ്രായമുള്ള ആളുകൾ, അവർക്കെതിരെ UAPA ചുമത്തിയതിനെ പത്രസമ്മേളനം വിളിച്ച് ന്യായീകരിച്ച ആളാണ് ശ്രീ പിണറായി വിജയൻ. അപ്പോൾ അദ്ദേഹം ഇത്തരമൊരു കാര്യം വരുമ്പോൾ അദ്ദേഹം ഇതൊക്കെ പാടെ മറന്നു പോവുകയാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ മറക്കാനേ കഴിയുള്ളൂ. കാരണം മുമ്പ് ഇവിടെ ശ്രീ എമ്മിന് സത്സംഗ് ഫൗണ്ടേഷന് 4.5 ഏക്കറിലധികം ഭൂമി തിരുവനന്തപുരത്ത് ലീസിന് നൽകിയ തീരുമാനം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് അന്നത്തെ ഇടത് ഗവൺമെൻറ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ എടുത്ത് അതൊരു വാർത്തയായപ്പോൾ അന്ന് ഒരുപക്ഷെ ഈ മീഡിയ വണ്ണൊക്കെ ആ വാർത്ത സംപ്രേഷണം ചെയ്തുകൊണ്ടാവാം അന്ന് CPM ആ വിഷയത്തിൽ പറഞ്ഞ ആദ്യ ന്യായീകരണം അത് ജമാഅത്തെ ഇസ്ലാമിയൊക്കെയാണ് ആരോപണമായിട്ട് മുന്നോട്ട് വരുന്നത്. അവർക്കൊക്കെ പിന്നെ അവിഹിത താല്പര്യങ്ങൾ അത്തരമൊരു വാർത്തയ്ക്ക് പിന്നിലുണ്ട് എന്നാണ്. അല്ലാതെ ആ വിഷയത്തിലേക്ക് അവർ കടന്നിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെയൊക്കെയുള്ള പുകമറകൾ ഉയർത്തിവിടുന്നത് അവരുടെ ഒരു പതിവാണ്. അതുമാത്രം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി എന്നുള്ളതാണ് എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്. രണ്ടാമതായിട്ട് ഈ കേസിനെ സംബന്ധിച്ച് ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കുകയാണെങ്കിൽ, ഇവിടെ നമ്മൾ ഈ ആലപ്പുഴയിലെ രഞ്ജിത്ത് ശ്രീനിവാസൻ്റെ കേസിൻ്റെ വിചാരണയും അതിലെ പ്രതികൾക്ക് നൽകിയ ശിക്ഷയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചതാണ്. തീർച്ചയായിട്ടും അത് പോലീസ് വളരെ കൃത്യമായി അന്വേഷിക്കുകയും പ്രോസിക്യൂഷൻ സന്ദർഭോചിതമായി ഉണർന്ന് പ്രവർത്തിക്കുകയും അങ്ങനെ പ്രതികളാക്കപ്പെട്ട ആളുകൾക്കൊക്കെ യഥോചിതം അവിടെ ശിക്ഷ വിധിക്കുകയൊക്കെ ചെയ്തു. കേരളീയ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത് പിന്നെ ഇത്തരത്തിലുള്ള പ്രവണതകളിൽ ഏർപ്പെടുന്നവർക്കെതിരെയുള്ളൊരു വലിയ മുന്നറിയിപ്പായിട്ട് അതെടുക്കുകയും അത് ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് സ്വാഭാവികമായിട്ടും എന്നെപ്പോലെയൊക്കെയുള്ള പൊതുപ്രവർത്തകർ പ്രത്യാശിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ നേരെ തിരിച്ച് മറ്റൊരു കേസിൽ ഇവിടെ എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അവിടെ തീർച്ചയായിട്ടും പോലീസിൻ്റെ കാര്യത്തിലുള്ള വീഴ്ചകൾ എണ്ണി പറയുന്നുണ്ട്. അത് ജഡ്ജി എണ്ണി പറഞ്ഞത് മുൻനിർത്തിയല്ല എൻ്റെ വാദം, അല്ലാതെ തന്നെ നമ്മുടെ മുന്നിൽ വളരെ വ്യക്തമാണ്. കഴിഞ്ഞ ദിവസമൊക്കെ നിങ്ങൾ അതിനെക്കുറിച്ച് തലമുടി നാരിഴ കീറി പരിശോധിച്ച് ഇവിടെ ചർച്ച നടത്തിയിട്ടുണ്ട്. പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ നമ്മൾ കണ്ടു. അങ്ങനെ 3 പ്രതികളും പാട്ടും പാടി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കണ്ടു. ആലപ്പുഴയിൽ രഞ്ജിത്ത് ശ്രീനിവാസൻ്റെ കേസ് അല്ലെങ്കിൽ കൊലപാതകം നടക്കുന്നതിൻ്റെ തൊട്ടു മുമ്പ് നടന്ന കൊലക്കേസിലെ കുറ്റപത്രം പോലും സമർപ്പിച്ചിട്ടില്ല, അത് എവിടെ എത്തിയിട്ടുമില്ല. അപ്പോൾ പ്രകടമായിട്ട് ഒരറ്റത്ത് ഇങ്ങനെയും മറ്റൊരറ്റത്ത് മറ്റൊരു രീതിയിലുമാകുമ്പോൾ അത് നമ്മുടെ ഒരു സാമൂഹിക സുരക്ഷിതത്വത്തെ ബാധിക്കുന്ന ഒന്നാണ്. ആളുകൾക്കൊക്കെ ഈ പറഞ്ഞ നീതിന്യായ വ്യവസ്ഥയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്താൻ ഇടയാക്കുന്ന ഒന്നാണ്. ഇവിടെയുള്ള ചില എക്സ്ട്രീം ശക്തികൾക്കൊക്കെ കരുത്തു പകരുന്നതാണ്, അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഇന്ധനം പകരുന്നതാണ്. ഇത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു സോഷ്യൽ ഫാബ്രിക് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെയൊക്കെ അസ്വസ്ഥതപ്പെടുത്തുന്നതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ വലിയൊരു വിഷമം ഇത്തരം കാര്യങ്ങളിലുണ്ട്. ഇവിടെ കേരളം ഭരിക്കുന്ന സർക്കാർ ഇത്തരം കാര്യങ്ങളിൽ എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതിന് പ്രതിപക്ഷം ഈ കാര്യത്തിൽ ഇതിൽ UAPA ചുമത്താവുന്ന ഒരു കേസാണ് എന്ന് നിങ്ങൾ വാദിക്കാൻ കാരണം എന്താണ്? UAPA ചുമത്തേണ്ട ഒരു കേസായിട്ട് അന്നത്തെ പ്രോസിക്യൂഷനും അന്നത്തെ വക്കീലും ഒക്കെ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ പിന്നെ അന്നത്തെ മുഖ്യമന്ത്രിയെയും ആഭ്യന്തര മന്ത്രാലയത്തേക്ക് സമീപിച്ചപ്പോൾ അവരുടെ നിഷേധാത്മക പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത്. UAPA ചുമത്തണ്ട എന്നൊരു തർക്ക വിതർക്ക കാര്യത്തിൽ പ്രതിപക്ഷം ഇന്നവരെ പങ്കാളിയായിട്ടില്ല. പക്ഷേ ഇവിടെ UAPA ചുമത്തിപ്പോരുന്ന 7-8 മാവോവാദികളെയൊക്കെ പോയിന്റ് ബ്ലാങ്കിൽ ചുട്ടുകൊന്ന് അതിനെയൊക്കെ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളായി ചിത്രീകരിച്ച് കേന്ദ്രത്തിൻ്റെയൊക്കെ കയ്യടി വാങ്ങിയ ഒരു സർക്കാരാണ് ഇവിടെയുള്ളത്. അവർ
ചില കാര്യങ്ങളിൽ അവർക്ക് താല്പര്യമുള്ളിടത്ത് UAPA ചുമത്തും, UAPA ചുമത്താൻ മുട്ടുപറക്കുന്നിടത്ത് അവരത് ചെയ്യില്ല. അവരുടെ ഇത്തരത്തിലുള്ള ആ രണ്ട് തരത്തിലുള്ള അവരുടെ നീതി, ഒരിടങ്ങളിൽ I3 13 മറ്റിടത്ത് I3 15 ഒക്കെ ആവുന്ന അവരുടെ ഈ നീതിശാസ്ത്രത്തെ സ്വാഭാവികമായിട്ടും നമുക്ക് ചോദ്യം ചെയ്യേണ്ടി വരും. അത് പ്രതിപക്ഷമെന്നല്ല, അത് ഒരു ആലോചനാശേഷിയും ബുദ്ധിയൊക്കെ ഉള്ള ഏത് മനുഷ്യനും ചോദ്യം ചെയ്യുന്ന കാര്യമാണ്. നൗഷാദിൽ ഇന്ന് പ്രതിപക്ഷ നേതാവ് ഈ മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തോട് പ്രതികരിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ RSSുമായി ധാരണയായതുകൊണ്ടാണ് ഈ UAPA ചുമത്താത്തത് എന്നാണ്. അതായത് റിയാസ് മൗലവി വധക്കേസ് അങ്ങ് തന്നെ ചൂണ്ടിക്കാട്ടിയ ഒരു മുൻ പ്രോസിക്യൂട്ടറുടെ വിശദീകരണ പ്രകാരം ഒരു ടെക്സ്റ്റ് ബുക്ക് കേസാണ് റിയാസ് മൗലവി വധം. അത് ഒരു ടെറർ ആക്ട് ആണെന്നാണ് അദ്ദേഹം വാദിക്കുന്നത്, അന്ന് മുമ്പ് വാദിച്ചിരുന്നത്. എങ്കിൽ നിങ്ങൾക്കും അതേ ന്യായമുണ്ടോ? ഈ റിയാസ് മൗലവി വധക്കേസിൽ ആ പ്രതികൾക്കെതിരെ UAPA ചുമത്തണമായിരുന്നോ? റിയാസ് മൗലവി വധക്കേസിൽ പ്രതികൾക്കെതിരെ എന്ത് വകുപ്പ് ചുമത്തണമെന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നിലപാടെടുക്കാൻ സ്വാഭാവികമായിട്ടും സ്വാതന്ത്ര്യമുണ്ട്, അവസരമുണ്ട്. അത് പാർട്ടി നേതൃത്വം കൃത്യമായിട്ട് അതിനകത്തൊരു അഭിപ്രായം പറയും. ഞാനത് ഇങ്ങനെ ടെലിവിഷൻ ചാനൽ ചർച്ചയിലിരുന്ന് പറഞ്ഞതുകൊണ്ട് അത് പൂർത്തിയാവുകയില്ല. പക്ഷേ ഈ വധക്കേസുമായി ബന്ധപ്പെട്ട ഈ പ്രതികൾ അവർ തീർത്തും ചെയ്തൊരു കൃത്യം അത് ഇത്തരം വകുപ്പുകളോ അതിലും തീവ്രമായ വകുപ്പുകളോ ഒക്കെ ചുമത്താൻ ഹേതുവാകുന്ന എല്ലാ ഘടകങ്ങളുമുള്ള ആളാണ്. കാരണം പരസ്പര സംഘർഷമുള്ള ഒരാളെയല്ല കൊല്ലുന്നത്, ആ നാട്ടുകാരനല്ല. ഈ പറഞ്ഞ പ്രതികൾക്ക് ഒരു തരത്തിലും മുൻപരിചയമില്ല. ഒരു സമുദായക്കാരനെ കൊല്ലണമെന്ന് പറഞ്ഞ ആളുകളെ നേർന്ന് കത്തിയുമായിട്ട് ഇറങ്ങി നടന്ന് കണ്ടെത്തി ഒരു നിരപരാധി ഉറങ്ങിക്കിടക്കുമ്പോൾ കഴുത്തറത്ത് കൊല്ലുകയാണ്. ഇവരെയൊക്കെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലേക്ക് നീതിയാണെങ്കിൽ റിമാൻഡ് കാലയളവിൽ തന്നെ ഇവരെയൊക്കെ ചുട്ടുകൊല്ലുന്ന ആ നീതിയൊക്കെ പുലരുന്ന സംസ്ഥാനങ്ങളൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ പിന്നെ UAPA അതിൻ്റെ മുന്നിൽ എത്രയോ ലഘുവാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇത്തരക്കാരെയൊക്കെ അവരേത് മതക്കാരായാലും അവരേത് രാഷ്ട്രീയ മതസംഘടനയിൽപ്പെട്ട ആളുകളാണെങ്കിലും അവരെയൊക്കെ കർശനമായിട്ട് കൈകാര്യം ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞത്. രഞ്ജിത്ത് ശ്രീനിവാസൻ്റെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് കോടതി വളരെ കൃത്യമായി ഇടപെടൽ നടത്തി. തീർച്ചയായിട്ടും അത് അത്തരത്തിലുള്ള സമാന സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഉള്ള കൃത്യമായ ഒരു നടപടിയായിട്ട് വിലയിരുത്തപ്പെടും. പക്ഷേ അതങ്ങനെ വിലയിരുത്തപ്പെടണമെങ്കിൽ എല്ലാത്തിലും ഒരേ നീതി പുലരണം. ഇവിടെ ഒരു കേസ് അട്ടിമറിക്കുകയാണ്. ഇവിടെ RSSകാരനാണ് അത്, പിന്നെ ഈ പ്രതികൾ RSSൻ്റെ ആ ഒരു പ്രചോദനമാണ് അവരുടെ കൊലപാതകത്തിന് കാരണമെന്നൊക്കെ കുറ്റപത്രത്തിൽ അഡീഷണലായിട്ട് എഴുതി ചേർക്കുന്ന ആളുകൾ ഇദ്ദേഹം RSSകാരനാണെന്ന് തെളിയിക്കാൻ സാക്ഷികളായിട്ട് RSSകാരെ തന്നെയാണ് അതിനകത്ത് എഴുതി പിടിപ്പിക്കുന്നത്. ചുരുക്കി പറഞ്ഞ പ്രതികളെയും സാക്ഷികളെയൊക്കെ കൊടുക്കുന്നത് RSS ആവുന്ന പിണറായി വിജയൻ്റെ ഒരു പോലീസിങ്ങിൻ്റെ ആ കഴിവുകേടും അവരുടെ പക്ഷപാതിത്വവും വളരെ കൃത്യമായിട്ട് അതിനകത്ത് തെളിയിക്കുന്നുണ്ട്. ഇപ്പോൾ വയനാട്ടിലെ LDFൻ്റെ സ്ഥാനാർത്ഥിയായ ആനി രാജ ഒരിക്കൽ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്, കേരള പോലീസിൻ്റെ തലപ്പത്തും അതിൻ്റെ കീഴ്ഘടകങ്ങളിൽ വരെ RSSൻ്റെ സംഘപരിവാറിൻ്റെ ശക്തമായൊരു നെറ്റ്വർക്ക് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞത് ഇപ്പോൾ വയനാട്ടിൽ മത്സരിക്കുന്ന ആനി രാജയാണ്. മുണ്ടെടുത്ത മോഡി എന്നൊക്കെ വിശേഷിപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് ഒന്നല്ല, ഇവിടുത്തെ CPIക്കാരും AYFകാരും ഒക്കെയാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് മുമ്പേ അറിയാം. നിങ്ങൾ നോക്കുക, ഇവിടെ എമ്മിനൊക്കെ ഈ ഭൂമി പതിച്ചു കൊടുത്തത് ഒരു UDF സർക്കാരായിരുന്നുവെങ്കിൽ പിണറായി വിജയനും ഈ പറഞ്ഞ CPM ഒക്കെ എന്തൊക്കെ കോലാഹലം ഈ നാട്ടിലുണ്ടാക്കും. RSSൻ്റെ സൈദ്ധാന്തികൻ ഓർഗനൈസറിൻ്റെ മുൻ ചീഫ് എഡിറ്റർ ബാലശങ്കർ പറഞ്ഞത് കേരളത്തിൽ CPM-ഉം RSSും തമ്മിൽ വ്യക്തമായ ബാന്ധവമുണ്ട് എന്നാണ് 3 വർഷം മുമ്പ്. അതൊക്കെ കോൺഗ്രസിനെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ എന്തൊക്കെ പുകിലിവിടെ ഉണ്ടാകും. ഇവർക്കിതെല്ലാം ആകാം, എന്തും ചെയ്യാം. എന്നിട്ട് പുറത്തു വന്ന് മൈക്കിന് മുന്നിലൂടെ ന്യൂനപക്ഷങ്ങൾക്ക് കുറേ സുരക്ഷ വിളമ്പുന്നു, കുറേ കാൽപ്പനിക ഭാവം നിറച്ച റൊമാൻറ്റിസൈസ് ഡയലോഗുകളൊക്കെ അടിച്ച് CA എന്നൊക്കെ അലറി വിളിച്ചു കഴിഞ്ഞാൽ എല്ലാം തീരുമെന്ന് ഇവർ മൂഢസ്വർഗത്തിലായിരുന്നു. അതിൻ്റെ മുഖത്തേറ്റ തിരിച്ചടിയാണ്. മലബാറിലേക്ക് പൊളിറ്റിക്കൽ സാഹചര്യം ഈ വിധിയോടുകൂടി മാറി എന്നുള്ളതും കൂടി അജിംസ് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ നിരീക്ഷിക്കണം. ഇവിടെ വലിയൊരു സ്വിങ് വന്നിരിക്കുകയാണ്. ന്യൂനപക്ഷങ്ങൾ ഒന്നടങ്കം, മുസ്ലിം ജനവിഭാഗം ഒന്നടങ്കം ഈ പറഞ്ഞ CPM-നെ RSSനെയൊക്കെ ഒരുപോലെ കാണുന്നൊരു സാഹചര്യമാണ് മുൻനിർത്തി ഈ വിധിന്യായം ഉണ്ടാക്കിയിരിക്കുന്നത്. ഒറ്റ കാര്യം കൂടി സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പോൾ ഈ കോഴിക്കോട് മത്സരിക്കുന്നുണ്ട് എളമരം കരീം. അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞു മുമ്പ് ഡൽഹി യൂണിവേഴ്സിറ്റികളിലേക്കൊക്കെ ഇവിടുന്ന് കുട്ടികൾ പോകുമ്പോൾ അതൊക്കെ നുഴഞ്ഞു കയറ്റ ജിഹാദാണ് എന്ന്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട മാത്രയിൽ തന്നെ BJPയുടെ ഗവൺമെൻറ് പുതുതായിട്ട് എൻട്രൻസ് ഉണ്ടാക്കി അതിന് ഹിന്ദി ഐച്ഛിക വിഷയമാക്കി കുട്ടികളുടെ പ്രവേശനമൊക്കെ അവിടെ തടയപ്പെട്ടു. അപ്പോൾ ഇത്തരത്തിലൊക്കെ RSSന് എല്ലാ നിലക്കും മാനസികമായി
തന്ത്രപരമായിട്ടും ആശയപരമായിട്ടും ആയുധം നൽകുന്ന ജോലിയാണ് വളരെ കൃത്യമായിട്ട് CPM പിണറായി വിജയൻ്റെ കാലത്ത് വളരെ കൃത്യമായിട്ട് ചെയ്യുന്നത്. അതിന് മുമ്പുള്ള CPM-നെ കുറിച്ചൊന്നും നമുക്ക് അങ്ങനെ അഭിപ്രായമില്ല. പിണറായി വിജയൻ്റെ കാലത്ത് വിജയ ഫോർമുലയ്ക്ക് വേണ്ടിയിട്ട് ആദർശം പണയപ്പെടുത്തുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ രീതിയിൽ അവർ മുന്നോട്ട് പോവുകയാണ്. ഇന്ന് അതെല്ലാം കൂടി അവർക്ക് തിരിച്ചടിയാകും. അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. അജിംസേ, എന്ന് മാത്രമേ എനിക്ക് പറയാം. റെജി ലൂക്കോസ്, ഇന്ന് ഈ റിയാസ് മൗലവി വധക്കേസിൽ UAPA ചാർത്താത്തത് എന്ത് എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി നൽകുന്ന മറുപടി, അങ്ങനെ UAPA ചാർത്തേണ്ട കാര്യമില്ല, അത്തരം കേസുകളിൽ IPC 153A ചുമത്തിയാൽ മതി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് കാസർകോട്ടെ തന്നെ ഒരു മുൻ പബ്ലിക് പ്രോസിക്യൂട്ടറും ഇപ്പോൾ LDF സഹയാത്രികനുമായ അഡ്വക്കേറ്റ് ഷുക്കൂർ വക്കീൽ എന്നൊക്കെ അറിയപ്പെടും. അദ്ദേഹം ഈ 2017 ഈ കൊലപാതകം നടന്ന തൊട്ടുടനെ മുഖ്യമന്ത്രിയെ കണ്ട് ആവശ്യപ്പെട്ടത് റിയാസ് മൗലവി വധക്കേസ് ഒരു കൃത്യമായ ഒരു ഭീകര പ്രവർത്തനമാണ്. കാരണം ഒരു നിരപരാധിയെ സമൂഹത്തിൽ ഭീതി സൃഷ്ടിക്കും വിധം കൊലപ്പെടുത്തി സമൂഹത്തിൽ ഛിദ്രത വളർത്താനാണ് ഈ പ്രതികൾ ശ്രമിച്ചത്. അതുകൊണ്ട് UAPA ചാർത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു മുഖ്യമന്ത്രിയെ കണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് അതിൻ്റെ UAPAയുടെ ആവശ്യമില്ല, 153A ഇട്ടാൽ മതി എന്നാണ് പറയുന്നത്. 153A എന്ന് പറയുന്നത് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വിദ്വേഷ പ്രചരണം നടത്തുന്നവർക്കെതിരെ എടുക്കുന്ന കേസാണ്. യഥാർത്ഥത്തിൽ ഈ UAPA എന്ന ആ നിയമത്തിനെതിരായതുകൊണ്ടാണോ, അതല്ല RSകാർക്കെതിരെ 153A മതി എന്ന് LDF സർക്കാർ തീരുമാനിച്ചതുകൊണ്ടാണോ ഇങ്ങനെയൊരു നിലപാട്? അജിംസെ, ആദ്യമേ പറയാനുള്ളത്, ഇപ്പോൾ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ട് മാത്രമാണ് ഈ ഒരു വിധിയെ രാഷ്ട്രീയപരമായ ചായ്വിലേക്ക് കൊണ്ടുവരാൻ ഇവിടെ ചിലർ ശ്രമിക്കുന്നുണ്ട്. വാസ്തവത്തിൽ കേരളത്തിലെ പൊതുസമൂഹം എല്ലാ അതിരുകൾക്കും അപ്പുറം അപലപിച്ചൊരു കൊലപാതകം, കൊലപാതകമാണ് റിയാസ് മൗലവിയുടെ, ചെറുപ്പക്കാരനായ മൗലവിയുടെ കൊല. അത് RSSകാരാണെന്നുള്ളത് സുവ്യക്തമാണ്. അത് ഒന്ന് ആലോചിച്ച് നോക്കി, 7 വർഷവും മേൽ ഈ പ്രതികൾ ജാമ്യം പോലും കിട്ടാതെ കൊണ്ട് ജയിലിൽ കിടന്നു. അങ്ങനെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് RSSുമായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർക്ക് ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കേരള സർക്കാരും അതിൻ്റെ പ്രോസിക്യൂഷനും ശക്തമായ രീതിയിലുള്ള വാദങ്ങൾ ഉന്നയിച്ചത്? തന്നെയുമല്ല, ഈ കേസിനെ സംബന്ധിച്ചുള്ള UAPA ചുമത്തുന്നതിനേക്കാൾ ഉപരിയായിട്ട് 160 എന്നാൽ ഉപരിയായിട്ട് ഈ കേസിൻ്റെ തെളിവുകൾ ഡിജിറ്റലായിട്ടും അല്ലാതെയുള്ള 100 കണക്കിന് തെളിവുകൾ കോടതിന് മുമ്പിൽ ഹാജരാക്കി. പക്ഷേ കോടതി ഇത് നിർഭാഗ്യകരമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്ന് പരസ്യമായിട്ട് തന്നെ പ്രതികരിച്ചു. ആ വിധി വന്ന ഉടനെ ആ വിധിക്കെതിരെ ശക്തമായ രീതിയിലുള്ള അപ്പീൽ കൊടുക്കാനായിട്ട് ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. നിർഭാഗ്യകരമായ ഒരു വിധിയായി അതിൽ യാതൊരു തർക്കമില്ല. പക്ഷേ ഇതിനകത്ത് രാഷ്ട്രീയം കാണുന്നതും RSSനോട് ചേർന്ന് നിന്നുകൊണ്ടാണ് കോടതി വിധി അല്ലെങ്കിൽ ഈ കേസ് അട്ടിമറിക്കാൻ ഗവൺമെൻറ് ഓഫ് കേരള ശ്രമിച്ചു എന്നുള്ളത് ഇത് കേൾക്കുന്ന ജനങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയത്തില്ല അതിന് പിന്നിൽ രാഷ്ട്രീയം എന്താണെന്നുള്ളത്. ഒന്നാലോചിച്ച് STPA പോലുള്ളൊരു മതതീവ്രവാദ സംഘടന പിന്തുണ പരസ്യമായിട്ട് UDF പ്രഖ്യാപിച്ചിട്ട് അത് വേണ്ടാന്ന് പറയാതെ അത് ഞങ്ങൾ പരിഗണിക്കുമെന്നും അതിനെക്കുറിച്ച് ആലോചിക്കുമെന്നൊക്കെ പറഞ്ഞ ഒരു UDFന് നേതൃത്വമാണ് ഇന്ന് കേരളത്തെ ഞെട്ടിച്ചു കളഞ്ഞത്. ഒന്ന് ആലോചിച്ചു, അങ്ങനെ പറയാനുള്ള ചങ്കൂറ്റം കാണിച്ച അല്ലെങ്കിൽ നാണമില്ലാത്ത രീതിയിലുള്ള ചങ്കൂറ്റം കാണിച്ച UDF നേതൃത്വം ഇപ്പോൾ പറയുന്നു സംസ്ഥാന സർക്കാർ RSSുമായിട്ട് യോജിച്ചുകൊണ്ടാണ് UAPA ചാർത്തായിരുന്നെന്നും ഈ സർക്കാർ അട്ടിമറിക്ക് വേണ്ടി ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ കേസ് തള്ളിപ്പോയതെന്നും. എത്ര ലജ്ജാകരമായിട്ടുള്ള മറുപടിയാണ് ഇവർ ഈ പറയുന്നത്. ഇതിപ്പോൾ ഇവരെ സംബന്ധിച്ചോളം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നിലില്ലായിരുന്നുവെങ്കിൽ ഇവരിങ്ങനെ മറുപടി പറയായിരുന്നോ? ഒരിക്കലും പറയത്തില്ല. കാരണം സംസ്ഥാന സർക്കാർ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ ഈ മൗലവിയുടെ, ഈ ചെറുപ്പക്കാരനായിട്ട് റിയാസ് മൗലവിയുടെ പട്ടാപ്പകൽ പരസ്യമായിട്ട് അദ്ദേഹത്തിനെ വെട്ടിക്കൊന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേരളം ഞടുങ്ങിപ്പോയ ഒരു കൊലപാതകമാണ്. അത് സംസ്ഥാന സർക്കാരും രാഷ്ട്രീയത്തിനതീതമായിട്ട് കേരളത്തിലെ ജനങ്ങളും പൊതുസമൂഹം ഒന്നിച്ചു നിന്നുകൊണ്ട് അതിനെ എതിർത്തു. സർക്കാരിൻ്റെ കഠിനമായിട്ടുള്ള കൃത്യമായ നിലപാടുകൾ അന്വേഷണ ഏജൻസികൾ കോടതി മുമ്പ് അവതരിപ്പിച്ചു. പ്രോസിക്യൂഷൻ വളരെ ഭംഗിയായിട്ട് തന്നെ കേസിന് തെളിവുകൾ നിർത്തി. പക്ഷേ നിർഭാഗ്യവശാൽ ആ കേസ് കോടതി തള്ളിപ്പോയി. കോടതി വിധിയെ നിങ്ങൾ അവലംബിച്ചോളൂ. ദൗർഭാഗ്യകരമായി പോയോ എന്ന് പറയുന്ന കോടതി വിധിയിൽ കൃത്യമായി പറയുന്നത് പ്രോസിക്യൂഷനും അന്വേഷണ ഉദ്യോഗസ്ഥർക്കും ഈ കേസന്വേഷണത്തിലും കേസ് നടത്തിപ്പിലും വീഴ്ച പറ്റിയെന്ന് ജഡ്ജി തന്നെ വിധിന്യായത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അല്ല, അത് പറഞ്ഞല്ലോ, നമുക്ക് ഒരു പരിധി കൂടുതൽ കോടതിയെ വിമർശിക്കാൻ പറ്റത്തില്ല. നമ്മുടെ നിയമവ്യവസ്ഥയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. പക്ഷേ ഒരു പരിധി വരെ വിമർശിക്കാൻ പറ്റിയ, അല്ല ഒരു പരിധി കൂടുതൽ വിമർശിക്കാൻ പറ്റിയില്ലെങ്കിലും അങ്ങനെ ആ രീതിയിൽ ഇപ്പം ഞാൻ പറയാം, വണ്ടിപ്പെരിയാർ ഒരു പെഞ്ചു കുട്ടീനെ ഒരു നരാധവൻ വീട്ടിൽ കയറി ചെന്ന് അതിനെ ബലാത്സംഗമായിട്ട് ആ കുട്ടിയെ ഉപദ്രവിക്കുകയും നിരന്തരം ആ കുട്ടിക്ക് മിഠായി കൊടുത്തുകൊണ്ട് അതിനെ ഉപദ്രവിക്കുക, അവസാനം കൊലപാതകം നടത്തുകയും ചെയ്തത്. ആ കേസും തള്ളിപ്പോയി. അന്ന് എന്താ പറഞ്ഞത്? കോടതിയുടെ ഭാഗത്തുണ്ടായ വിധി എന്താ? കേരളം വിറങ്ങലിച്ചു പോയ ഒരു വിധിന്യായമല്ലേ വന്നത് അയാളെ വെറുതെ വിട്ടതോടുകൂടി. ആ കേസ് വീണ്ടും മേൽക്കോടതിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് സംസ്ഥാന സർക്കാർ വളരെ സജീവമായിട്ട് ഇടപെട്ട് കഴിഞ്ഞു. ഞാൻ എന്തെങ്കിലും ആരെങ്കിലും വിമർശിച്ചോ? ഇത്തരം വിധികളൊക്കെ സ്വാഭാവികമാണ്. ഉത്തരേന്ത്യയിലേക്ക് നമ്മൾ ഇത്തരം വിധികളൊക്കെ ഒത്തിരി കേട്ടിട്ടുണ്ട്. പക്ഷേ പ്രത്യേകിച്ച് ഗുജറാത്തിൽ നിന്ന് വരുന്ന പല വിധികളും നമ്മൾ ഞടുക്കുന്ന വിധികളാണ്. പക്ഷേ കേരളത്തിൽ അപ്പൊ ഈ അന്വേഷണ സംഘത്തിന് വീഴ്ച പറ്റുന്നതിന് വേണ്ടി രാഷ്ട്രീയ താല്പര്യം ഉണ്ടെന്നുള്ള സ്വാഭാവിക ഞാൻ അംഗീകരിച്ചല്ലോ.
അല്ല, അജിംസ് തന്നെ പറഞ്ഞു നോക്കി, RSSുമായിട്ട് ചേർന്നുകൊണ്ട് ഈ കേസ് അട്ടിമറിക്കാനായിട്ട് പ്രോസിക്യൂഷന്റെ സമ്മർദ്ദം ചെലുത്തി കേസ് ലളിതമായ രീതിയിൽ വാദിച്ച് അട്ടിമറിക്കാനായിട്ട് സംസ്ഥാന സർക്കാർ ഞാനല്ല പറയുന്നത്, ഈ വിധിന്യായത്തിൽ പറയുന്നതാണ്. വിധിന്യായത്തിൽ ചൂണ്ടിക്കാട്ടുന്ന കാര്യം, പ്രതികളിൽ ഒരാളുടെ ലുങ്കി DNA പരിശോധനയ്ക്ക് അയച്ചില്ല. പ്രതികളിൽ ഒരാളുടെ ലുങ്കി DNA പരിശോധനയ്ക്ക് അയച്ചില്ല. കൃത്യമായി ഇവർ RSSകാരാണ് എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷനായിട്ട് വിധിന്യായത്തിനൊക്കെ ഞാൻ ഒരു കേസിലെ പ്രതിയുടെ മോട്ടീവ്, ഒരു കൊലക്കേസിൽ വളരെ പ്രധാനമാണ്. ഒരാളെ കൊന്നാൽ അയാൾ കൊലയ്ക്കുള്ള പ്രേരണ എന്താണ് എന്ന് അയാളെ കൺവിക്ഷന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ കൺവിക്ഷന് വളരെ പ്രധാനപ്പെട്ട ഇവരുടെ മോട്ടീവ് എന്താണ് സ്ഥാപിക്കാൻ പ്രോസിക്യൂഷൻ ആയിട്ടില്ല എന്ന് പറയുന്നത് ആരുടെ വീഴ്ചയാണ്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാനും വാർത്തകളോട് അറിഞ്ഞ കാര്യങ്ങളാണ്. അജിംഷാദ് പറഞ്ഞ കാര്യങ്ങളും അതിൽ ചൂണ്ടിക്കാണിച്ച അവാദങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. ഞാൻ പറഞ്ഞില്ല, പല ഉദാഹരണങ്ങളും ഇത്തരം നമ്മുടെ മുമ്പിൽ, ഇത്തരം വിധികളെ കുറിച്ച് നമ്മുടെ മുമ്പിലുണ്ട്. വളരെ സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ വിധി വന്നത്? അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒന്നോ രണ്ടോ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വിധിയെ വെറുതെ വിടുക എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രതിയുടെ ലുങ്കി, രക്തക്കറ പുരണ്ട ലുങ്കി DNA പരിശോധനയ്ക്ക് അയച്ചിട്ടില്ല എന്ന് വിധിന്യായത്തിൽ പറയുമ്പോൾ അത് ആരുടെ വീഴ്ചയാണ്? അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വീഴ്ചയാണ്. അല്ല, അത് തീർച്ചയായിട്ടും പരിശോധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ആ വിധിന്യായത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഞാനത് കണ്ടതല്ല, ഞാനത് കേട്ടതാണ്. അതൊക്കെ നമ്മൾ പരിശോധനയ്ക്ക് വേണം. പക്ഷേ ഈ ഒരു കോടതി കൊണ്ട് ഈ വിധി പൂർത്തീകരിക്കത്തില്ലല്ലോ. ഇതിന് മേൽക്കോടതി വിധിച്ചിരിക്കുന്നു. പ്രഥമ തലത്തിൽ അന്വേഷണം പാളിക്കഴിഞ്ഞാൽ പിന്നെ അപ്പീൽ പോയിട്ട് കാര്യമുണ്ടെന്നുള്ള മറ്റു ക്വസ്റ്റ്യൻ. എന്റെ ചോദ്യം അതായിരുന്നില്ല. എന്റെ ചോദ്യം, ഈ കേസിൽ UAPA ചാർത്തേണ്ട ആവശ്യമില്ല, 153A മതി എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതെന്തുകൊണ്ടാണ്? അല്ല, തീർച്ചയായിട്ടും അതിന്റെ ആവശ്യമുള്ളൂ. കാരണം അത്രയ്ക്ക് തെളിവോടുകൂടി ഒരു കോടതിയിൽ ഇത് പ്രസന്റ് ചെയ്യുമ്പോൾ UAPA ചാർത്തണമെന്ന് നിർബന്ധിച്ചിരിക്കുന്നത്. അങ്ങനെ യാതൊരു നിർബന്ധവും ഇല്ല. ഇപ്പൊ കോടതി ഇവിടെ ഇതിനകത്ത് റിയാസ് മൗലവിയുടെ വധം ഒരു ഭീകര പ്രവർത്തനമായി CPM കാണുന്നുണ്ടോ ശ്രീ റെജി ലൂക്കോസ്? അല്ല, ഭീകരപ്രവർത്തനമായിട്ട് അതിനെ കാണുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിനെ കാര്യം സംശയമുണ്ട്. ഭീകരപ്രവർത്തനമൊന്നുമല്ല, വർഗീയപരമായിട്ടുള്ള എതിർപ്പ്, വർഗീയപരമായിട്ടുള്ള ഒരു കൊലപാതകമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമല്ല. അതിനകത്ത് ഭീകരപ്രവർത്തനം, ആരാധനാലയത്തിൽ രാത്രി കിടന്നുറങ്ങുന്ന ഒരു മതപുരോഹിതനെ 3 പേർ ആരാധനാലയത്തിൽ നുഴഞ്ഞു കയറി കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതൊരു ഭീകരപ്രവർത്തനമല്ല. അല്ല, ഭീകരപ്രവർത്തനവും വർഗീയപരമായ രീതിയിലുള്ള ശത്രുതയുടെ പേരിലുള്ള കൊലപാതകവും തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. അതിനെ ഭീകരപ്രവർത്തനങ്ങളായിട്ടൊക്കെ ചിത്രീകരിക്കാന്ന് പറഞ്ഞപ്പോൾ അജിംസ് പറയും, ഇതിപ്പോൾ ഞാനീ പറയുന്നു അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് പറയുന്നതൊക്കെ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കാനാണെന്നുള്ളൂ. ഭീകരപ്രവർത്തനം എന്നുള്ള വാക്കൊക്കെ അതിനകത്ത് ഉപയോഗിക്കാനെന്ന് പറഞ്ഞാൽ അത് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തേണ്ട കാര്യങ്ങൾ. അവർക്ക് അങ്ങനെ കണ്ടെത്തണത്തോളം കാലം ഭീകരപ്രവർത്തനമൊന്നുമില്ല. ഭീകരപ്രവർത്തനത്തിന്റെ ഭാവങ്ങളും രൂപങ്ങളും എന്താണെന്ന് നമുക്കറിയാൻ പറ്റില്ല. കേരളം പോലൊരു സംസ്ഥാനത്ത് അതിനുള്ള സാധ്യതയില്ല. പക്ഷേ നീചമായ വർഗീയപരമായിട്ടുള്ള ശത്രുത, RSSന്റെ കൊടും ശത്രുതയാണ്. RSS എത്രയോ CPMകാരെ വെട്ടിക്കൊന്നിരിക്കുന്നു. ഞങ്ങളുടെ പ്രവർത്തകർ ഈ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ എത്ര പേരെ തള്ളിയിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ഈ വർഗീയവാദികളുടെ കൊലപാതകത്തെ നമ്മൾ അങ്ങനെ രാഷ്ട്രീയ കൊലപാതകം പോലെ തന്നെയാണ്. RSS പോലെ ഒരു ഫാഷിസ്റ്റ് സംഘടന ഒരു ആരാധനാലയത്തിൽ നുഴഞ്ഞു കയറി ഒരു മതപുരോഹിതനെ കൊല്ലുന്നത് കേവലം രാഷ്ട്രീയ കൊലപാതകം പോലെ തന്നെയാണ്. രണ്ടിനെയും സമീകരിക്കുകയാണ്. അല്ല, അങ്ങനെ നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ട കാര്യമില്ല. ഇരിങ്ങാലക്കുട ഒരു കത്തോലിക്ക പള്ളിയിലെ പുരോഹിതനെ 2ാം നിലയിലേക്ക് കയറി ചെന്ന് വെട്ടിക്കൊന്നവരാരാ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതിനെ ഒരു ഭീകരപ്രവർത്തനമാണ് കാണാൻ പറ്റും. അതിന്റെ പിന്നിൽ ആരായിരുന്നു? നമുക്ക് കേരളം വളരെ വ്യക്തമായിട്ട് ചിന്തിച്ചു. കേവലം 3-4 വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ്. അപ്പോൾ അതൊക്കെ ഇവരുണ്ടാവും. ഞാൻ പറഞ്ഞില്ല, കേരളത്തിലെ അന്തരീക്ഷത്തിൽ വർഗീയപരമായിട്ടുള്ള ഭിന്നിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, വർഗീയപരമായിട്ടുള്ള എന്താ പറയുക, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല കുറ്റകൃത്യങ്ങൾ തടയാൻ വേണ്ടിയാണല്ലോ UAPA കൊണ്ടുവരുന്നത്. UAPA നിയമത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. സമൂഹത്തിൽ ഛിദ്രത ഉണ്ടാക്കുന്ന, സമൂഹത്തിൽ ഭീതി പരത്തുന്ന തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ തടയാനാണ് UAPA. പിന്നെ എന്തിനാണ് അപ്പം നിങ്ങൾ ഈ പിണറായി വിജയൻ സർക്കാർ 160 പേർക്കെതിരെ UAPA ചുമത്തിയിട്ടുണ്ട്? ഒരു നിമിഷം, 2016 മുതൽ ഇതുവരെ 160 അധികം ആളുകൾക്ക് UAPA ചുമത്തിയിട്ടുണ്ട് പിണറായി വിജയൻ. അവരൊക്കെ ചെയ്ത കുറ്റം എന്താണ്? അല്ല, UAPAക്കെതിരെയാണ് അടിസ്ഥാനപരമായിട്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് CPM. അതൊക്കെ CPMന്റെ പോളിറ്റ് ബ്യൂറോ തന്നെ UAPAക്ക് എതിരായിട്ട് പറഞ്ഞു. പക്ഷേ UAPA ചാർത്തേണ്ട രീതിയിലുള്ള കേസുകൾ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്മാറാനൊരു സംസ്ഥാന സർക്കാരിനും പറ്റത്തില്ല. ആ കേസുകൾ എന്താണ്? ഈ 160 പേരെ UAPA ചാർത്തി ജയിലിൽ അടയ്ക്കാൻ അവർ ചെയ്ത കുറ്റങ്ങൾ എന്താണ്? അതാണോ ഭീകരവാദമെങ്കിൽ ആ ഭീകരവാദം എന്താണ്? അല്ല, രാജ്യദ്രോഹപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക, രാജ്യത്തിന്റെ ഭരണഘടനയും രാജ്യത്തിന്റെ സുരക്ഷയും വെല്ലുവിളിക്കത്തക്ക രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് കോഴിക്കോട് 2 ചെറുപ്പക്കാരെ
രണ്ട് യുവാക്കളെ മാവോയിസ്റ്റുകളുടെ നിന്നുള്ള ഭീകരവാദികളായിട്ടുള്ളവരെ തെളിവ് സഹിതം പിടിച്ച് അകത്തിട്ടപ്പോൾ അത് UAP ചാർത്തിക്കൊണ്ട് തന്നെയാണ് അവരെ പിടിച്ചിരിക്കുന്നത്. എന്തായിരുന്നു അലൻ ഷുഹൈബിനും താഹിക്കുമെതിരെ പോലീസ് കണ്ടെത്തിയ തെളിവ്? ശ്രീ റെജി ലൂക്കോസ്, സംസ്ഥാന സർക്കാർ ഒഴിഞ്ഞിരിക്കാൻ പറ്റുമോ? അവർക്ക് ജാമ്യം കിട്ടി, അവരിപ്പോൾ പുറത്തിറങ്ങി നടക്കുകയാണ് സ്വതന്ത്രരായി. അവർക്ക് ആ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ NIA എന്ത് തെളിവാണ് ഇവരുടെ ഭീകരവാദത്തിന് തെളിവായിട്ട് കോടതിയിൽ ഹാജരാക്കിയത്? അല്ല അജിംസെ, NIA ഭാഗത്ത് നിന്ന് കൃത്യമായ രീതിയിലുള്ള ഇൻസ്ട്രക്ഷന് ഇവർ രാജ്യദ്രോഹപരമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചു തെളിവ് അവർക്കെതിരെ UAP ചാർത്തിയത് പിണറായിയുടെ പോലീസാണ്. NIA അല്ല കേസെടുത്തത്. പിണറായി വിജയന്റെ പോലീസാണ് അവർക്കെതിരെ UAP ചാർത്തി. പോലീസിന് എന്ത് തെളിവ് കിട്ടിയിട്ടാണ്? ആ തെളിവ് അങ്ങനെയാണെങ്കിൽ കോടതിയിൽ കൊടുത്താൽ അവർക്ക് ജാമ്യം കിട്ടില്ലായിരുന്നല്ലോ. എന്ത് തെളിവാണ് പോലീസിന് കിട്ടിയത് അവരുടെ ഭീകരവാദ പ്രവർത്തനത്തിന് തെളിവായി? അജിംസ വളച്ചൊടിക്കരുത്, വളച്ചൊടിക്കരുത്. മാവോയിസ്റ്റുകളെ ഭീകരവാദികളായിട്ടും ദേശദ്രോഹികളായിട്ടും തന്നെയാണ് ഈ രാജ്യം പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിരോധിക്കപ്പെട്ടൊരു സംഘടനയാണ് മാവോയിസ്റ്റുകൾ എന്ന് പറയുന്നത്. അവരുടെ അനുയായികളോ അവരുമായിട്ട് രഹസ്യമായിട്ട് പ്രവർത്തിക്കുന്നതിനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ രാജ്യദ്രോഹ കുറ്റത്ത് മാത്രമേ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് സംസ്ഥാന സർക്കാരിന്റെ പോലീസ് ചെയ്തു. ഇത് മാത്രമല്ല, 8ഓളം മാവോയിസ്റ്റുകൾ സംസ്ഥാന സർക്കാരും ദേശീയ അന്വേഷണ ഏജൻസികളുടെ ഭടന്മാരും ഒന്നിച്ചുള്ള വെടിവയ്പ്പിൽ കൊന്നുപോയിട്ടില്ലേ? രാജ്യത്ത് എത്രയോ മാവോയിസ്റ്റുകളെ എൻകൗണ്ടറിലൂടെ തന്നെ അവരെ നിങ്ങൾ പറയുന്ന പ്രകാരമാണെങ്കിൽ അലൻ ഷുഹൈബിനും താഹയ്ക്കുമെതിരെ ഭീകരപ്രവർത്തനത്തിൽ തെളിവായി എന്ത് തെളിവാണ് കോടതിയിൽ ഹാജരാക്കിയത്? അവർ ഭീകരന്മാരാണ്, UAP ചാർത്തേണ്ടതാണ് എന്ന അർത്ഥത്തിൽ. അത് വളരെ വ്യക്തമല്ലേ അജിംസെ? അത് വ്യക്തമല്ല എന്ന് അവർക്ക് ജാമ്യം നൽകിക്കൊണ്ട് പുറത്തിറക്കിയ ഉത്തരവിൽ NIA കോടതി ജഡ്ജി പറയുന്നുണ്ട്. അങ്ങനെ ഒരു തെളിവുമില്ല എന്ന് അവർക്ക് ജാമ്യം നൽകിക്കൊണ്ട് NIA കോടതി ജഡ്ജി പറയുന്നുണ്ട്. ആ ജഡ്ജിമെന്റ് എനിക്കറിയാവുന്ന ഒരു കാര്യമാണ്. അത് വളരെ വ്യക്തമായിട്ട് അറിയാം. അതിപ്പോ സംസ്ഥാന പോലീസിനെ അതിനകത്ത് എന്താ കുറ്റപ്പെടുത്താൻ പറ്റുന്നത്? സംസ്ഥാന പോലീസ് ചുമത്തിയത് പിണറായി വിജയന്റെ പോലീസ് ആയതുകൊണ്ടാണ് അവരെ കുറ്റം പറയുന്നത്. സംസ്ഥാന പോലീസ് അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ UAPA എന്ന് പറയുന്ന വകുപ്പ് ചാർത്താനായിട്ട് വാസ്തവം പറയണമെന്നുള്ള UPA സർക്കാർ കൊണ്ടുവന്ന ഒരു വളരെ മോശമായിട്ടുള്ള ഒരു നിയമമാണ്. അത് ചാർത്തുന്ന കാര്യത്തിൽ അത് അടിസ്ഥാനപരമായിട്ട് ഇടതുപക്ഷത്തിന് എതിരാണ്. അത് പരസ്യമായിട്ട് തന്നെ പരമാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ UAPA നിലനിൽക്കുന്നിടത്തോളം കാലം അത്തരം കേസുകളിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ ആ UAPA ചാർത്താതിരിക്കാൻ പറ്റത്തില്ല. പുസ്തകം കൈവശം വെച്ചതാണോ നിങ്ങൾ പറയുന്ന ഭീകരപ്രവർത്തനം? ഒരു മതപുരോഹിതൻ ആരാധനാലയത്തിൽ കയറി വെട്ടിക്കൊല്ലുന്നത്, കുത്തിക്കൊല്ലുന്നത് നിങ്ങൾക്ക് ഭീകരപ്രവർത്തനമല്ല. പകരം ഒരു പുസ്തകം കൈവശം വെച്ചാൽ അത് UAPA ചാർത്താവുന്ന ഭീകരപ്രവർത്തനം. അതാണോ പിണറായിയുടെ നിലപാട്? ഇല്ല, മതപുരോഹിതനെ ആദ്യമായിട്ടല്ലോ ഇന്ത്യയിൽ ഇതുപോലെ വെട്ടിക്കൊല്ലുന്നത്. ഇന്ത്യയിൽ ഇങ്ങനെ അങ്ങനെയാണ് കൊല്ലുന്നത്. എത്രയോ പേരെ കൊന്നിരിക്കുന്നു. ഉത്തർപ്രദേശിൽ ഇപ്പോൾ ഈ നിലവിൽ ഇതുവരെ കഴിഞ്ഞ 2 വർഷത്തിലടങ്ങിയ 13ഓളം മതപുരോഹിതരെ ആരാധനാലയത്തിൽ ഉള്ളിൽ കയറി തന്നെ കൊന്നുകളഞ്ഞു. അവിടെ 3 കത്തോലിക്ക പുരോഹിതന്മാരെ ഒരു കാരണമില്ലാണ്ട് ജയിലിലിട്ടിരിക്കുന്നു. കോട്ടയംകാരി ഒരു സിസ്റ്ററെ കഴിഞ്ഞ 3 മാസമായിട്ട് ജയിലിലിട്ടിരിക്കുന്നു, ജാമ്യം കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഇതെന്താണ് ഈ പ്രശ്നം? എന്താണ് അത്? മുഖ്യമന്ത്രി പരസ്യമായിട്ട് തന്നെ എന്ന് പറഞ്ഞു. ഈ വിധി വന്ന ഉടനെ അദ്ദേഹം പത്രസമ്മേളനം നടത്തി പറഞ്ഞു അത് നിർഭാഗ്യകരമായ ഒരു വിധിയായിപ്പോയി. കൃത്യമായ തെളിവുകൾ പ്രോസിക്യൂഷൻ അവിടെ ഹാജരാക്കിയതാണ്. പക്ഷേ വിധി നിർഭാഗ്യകരമായ അനുകൂലമായിട്ട് വന്നില്ല. 7 വർഷവും 7 ദിവസവും ഇവരെ എന്തെങ്കിലും രീതിയിലുള്ളൊരു കൂറോ അല്ലെങ്കിൽ ചായവോ ഇവരോട് ഉണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് ഇതിനു മുമ്പ് ഈ സർക്കാർ ചാഞ്ഞു കൊടുക്കാതിരുന്നത്? ഇവർക്ക് ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കിട്ടാൻ വേണ്ടിയിട്ട് കൊടുത്തില്ലല്ലോ. അതിനെന്താ കാരണം? ശക്തമായ രീതിയിലുള്ള നിലപാടാണ് പ്രോസിക്യൂഷൻ സർക്കാർ സ്വീകരിച്ചത് അവർക്ക് ജാമ്യം കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുകൊണ്ട് ഈ ആരും കൊലപാതകത്തെ ഈ ഗവൺമെന്റ് ഒരിക്കലും അംഗീകരിക്കുന്നില്ല. പ്രധാനപ്പെട്ട വാദമുഖം, ഒരു തർക്കവും വിചാരിക്കണം. 7 വർഷവും 7 ദിവസവുമാണ് ഈ 3 പ്രതികൾ ജാമ്യം കിട്ടാതെ റിമാൻഡിൽ കഴിഞ്ഞത്. അതായത് ഒരു കൊലക്കുറ്റത്തിൽ 7 വർഷം റിമാൻഡിൽ കഴിയുക എന്നുള്ളത് ഒരു മതിയായ ശിക്ഷ തന്നെയാണ്. പക്ഷേ കോടതി അവരെ കുറ്റക്കാരല്ല എന്ന് കണ്ടെത്തി വെറുതെ വിടുകയാണ് ചെയ്തത്. സർക്കാരിന് ഏതെങ്കിലും തരത്തിൽ അവരുമായി ഒരു അന്തർധാര ഉണ്ടെങ്കിൽ, പ്രതിപക്ഷം ആരോപിക്കുന്ന അന്തർധാര ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ജാമ്യം ലഭിക്കാവുന്ന നിലപാട് സ്വീകരിക്കാമായിരുന്നു. അങ്ങനെ സ്വീകരിച്ചില്ല. 7 കൊല്ലം അവർ ജയിലിൽ കിടന്നു. ഇത് അത്തരത്തിലൊരു RSSനോട് ഏതെങ്കിലും തരത്തിലുള്ള വിധേയത്വം സംസ്ഥാന സർക്കാരിന് ഇല്ല എന്നതിന് തെളിവായിട്ടാണ് മുഖ്യമന്ത്രിയും ഇന്ന് ചൂണ്ടിക്കാട്ടിയത്. എന്തു പറയുന്നു? ജിംസെ, ഇത് ഇന്നലെ ഈ മിനിഞ്ഞാന്ന് കേസിൻ്റെ വിധി വന്ന സന്ദർഭം മുതൽ സംസ്ഥാന ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ആളുകൾ, ഉത്തരവാദപ്പെട്ട ആളുകൾ, മുഖ്യമന്ത്രി അടക്കമുള്ളവർ, അതേപോലെ തന്നെ പാർട്ടിയുടെ പ്രധാന പ്രവർത്തകരൊക്കെ പറയുന്നൊരു കാര്യമാണിത്. 7 വർഷമായി ഇവർ റിമാൻഡിലാണ്, ഞങ്ങൾ ജാമ്യം കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഞങ്ങളുടെ മോട്ടീവിനെ നിങ്ങൾ അംഗീകരിക്കണം എന്നാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു കേസിൻ്റെ വിധി, അതാണല്ലോ അതിലെ നീതി നടപ്പാക്കുന്ന അതിലെ ലാസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്, ആ കേസിൽ കോടതിയുടെ വിധിയാണ്. ആ വിധിക്ക് ആധാരമാകുന്ന കാര്യം
അതിലെ അന്വേഷണമാണ്. പോലീസ് നടത്തിയിട്ടുള്ള അന്വേഷണം, കണ്ടെത്തിയിട്ടുള്ള തെളിവുകൾ, അതുമായി ബന്ധപ്പെട്ട കേസിൻ്റെ പ്രോസിക്യൂഷൻ, കോടതി വ്യവഹാര നടപടിക്രമങ്ങൾ എന്നിവയാണ് അതിൻ്റെ നീതി നടപ്പാക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനമായ കാരണം. ഈ കാര്യങ്ങളിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് ഇപ്പോഴല്ല പറയുന്നത്. ഞങ്ങളിത് അന്നേ പറയുന്നവരാണ്. 2017 മാർച്ച് മാസം ഈ കൊലപാതകം നടന്ന സമയം മുതൽ ഞങ്ങൾ കേരളത്തോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഗൂഢാലോചന അന്വേഷിച്ചു പോവാത്തത്? സംഘപരിവാർക്കാർ ഈ രാജ്യത്ത് എവിടെയും എന്തും നടത്തുന്നത് ഏതെങ്കിലും വ്യക്തികളുടെ യാദൃച്ഛികമായ തോന്നലുകളുടെ അടിസ്ഥാനത്തിലല്ല. അങ്ങനെ RSSനെ കുറിച്ച് CPM ഒരു അഭിപ്രായമുണ്ടോ? അങ്ങനെ അഭിപ്രായമില്ല. വളരെ ആലോചിച്ച് ഗൂഢാലോചന നടത്തി ആക്രമണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു ക്രിമിനൽ സംഘമാണ്. അതിൽപ്പെട്ട 3 ആളുകൾ നേരിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത, ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിതർക്കം നിലനിൽക്കാത്ത ഒരു വ്യക്തിയെ, ഒരു ആരാധനാലയത്തിലെ പ്രാർത്ഥനകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തിയെ പാതിരാത്രിയിൽ അദ്ദേഹത്തിൻ്റെ ആരാധനാലയത്തിൽ കടന്നു കയറി അദ്ദേഹത്തെ കൊലപ്പെടുത്തുമ്പോൾ അതിൽ ഗൂഢാലോചനയുണ്ടാകും. ആ ഗൂഢാലോചന എന്തുകൊണ്ട് അന്വേഷിച്ചില്ല? എന്തുകൊണ്ട് അതിൻ്റെ പിന്നിലുള്ള ശക്തികളെ കണ്ടെത്താൻ ശ്രമിച്ചില്ല? ഇവർ RSSകാരാണ്. RSSകാരായിരിക്കുമ്പോൾ അവരെ RSSകാരാണെന്ന് സ്ഥാപിക്കാൻ ഉള്ള തെളിവുകൾ ധാരാളമായി കിട്ടും. ഇപ്പോൾ ഞാനൊരു പൊതുപ്രവർത്തകനാണ്, ഞാൻ ഏത് സംഘടനയിൽ പ്രവർത്തിക്കുന്നവനാണ് എന്ന് തെളിയിക്കാനുള്ള അനവധിയായ തെളിവുകൾ എന്നെക്കുറിച്ച് അന്വേഷിച്ചാൽ കേരളത്തിൽ കിട്ടും. ഞാൻ വെൽഫെയർ പാർട്ടിക്കാരനാണ് എന്ന് സ്ഥാപിക്കാൻ എത്രയോ തെളിവുകൾ കിട്ടും. 3 RSS പ്രവർത്തകർ, ആ RSS പ്രവർത്തകരുടെ RSS ബന്ധം സ്ഥിരീകരിക്കുന്നതിന് ഒരു കേരള പോലീസിന് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അന്വേഷണത്തിലെ വീഴ്ചയല്ലേ? ഗൂഢാലോചന അന്വേഷിച്ച് പോകാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അന്വേഷണത്തിലെ വീഴ്ചയല്ലേ? മംഗലാപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തീവ്ര RSSകാരുടെ ഒരു വിഹാര കേന്ദ്രം കൂടിയാണ് കാസർഗോഡ്. അവരവിടെ ആദ്യമല്ല ഈ സംഭവം നടത്തുന്നത്. നിരവധിയായ 10ഓളം കൊലപാതകങ്ങൾ, നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ളൊരു സ്ഥലമാണ് കാസർഗോഡ്. ആ കേസുകളിലൊക്കെ മുൻകാലങ്ങളിൽ തന്നെ പ്രതികൾ വളരെ ലളിതമായി രക്ഷപ്പെട്ട് ജയിലിൽ അവർ പുറത്തു പോയിട്ടുണ്ട്. ഇതെല്ലാം നിലനിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ആ കേസിൽപ്പെട്ടവരെ റിമാൻഡിൽ നിർത്തി എന്നത് കേരള സമൂഹത്തിന് മുന്നിൽ ഇടതുപക്ഷത്തിന് അവരെ ജാമ്യം കൊടുത്തിരുന്നെങ്കിൽ കേരളത്തിൽ നിൽക്കാൻ കഴിയില്ല. ഇത്രയും ഗുരുതരമായ ഒരു കേസിൽ, ഒരു സാമുദായിക സംഘർഷങ്ങളുടെ സാധ്യതയുള്ളൊരു കേസിലെ പ്രതികൾ ലളിതമായി പുറത്തു വന്നാൽ അത് സംസ്ഥാനത്ത് എന്തെല്ലാം പ്രത്യാഘാതം ഉണ്ടാക്കും? അതുകൊണ്ട് ആ പ്രത്യാഘാതങ്ങളെ ഭയന്ന് അവർക്ക് ജാമ്യം നൽകിയില്ല എന്ന ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഈ കേസ് നടത്തിപ്പിലെ ഗുരുതരമായ വീഴ്ചകൾ ഒളിച്ചു വെക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അത് ശരിയല്ല. അത് റിയാസ് മൗലവി എന്ന വ്യക്തിയോടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും കേരളത്തിൻ്റെ പൊതുസമൂഹത്തോടും കാണിക്കുന്ന നീതിയല്ല. സർക്കാർ അതിൽ കാണിച്ചിട്ടുള്ള വീഴ്ചകളാണ് ഇത്തരമൊരു വിധി വരുത്തുന്നതിന് കാരണമായിട്ടുള്ളത്. ഞാനതിൻ്റെ ജഡ്ജ്മെൻറ്റിൻ്റെ വിശദാംശങ്ങൾക്ക്, ഈ കേസിൽ നമുക്ക് ഒരുപാട് ഡയമെൻഷനുകളുണ്ട്. സംഘപരിവാർ കാലമാണ്. കോടതികൾ സംഘപരിവാറിൻ്റെ പക്ഷം ചേർന്ന് വിധി പുറപ്പെടുവിക്കുന്നു എന്നത് ഇന്ന് ഇന്ത്യയിൽ ഒരു സ്വാഭാവിക കാര്യമായിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം എലമെൻറ്റ്സ് ഈ കോടതി വിധിയുടെ ഉള്ളിലുണ്ടോ എന്നത് തീർച്ചയായും പരിശോധിക്കപ്പെടേണ്ടതാണ്. പക്ഷേ ഞാൻ ആ പരിശോധനകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ കേസിൻ്റെ അന്വേഷണത്തിൽ, പ്രഥമ ദൃഷ്ട്യാ ഈ കേസിൻ്റെ അന്വേഷണത്തിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളിൽ ഇപ്പോൾ പറയുന്നു 215ഓളം എവിഡൻസുകൾ ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. നിരവധി സാക്ഷികളെ ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. ഏതാ സാക്ഷി? RSSകാരനാണ് എന്ന് തെളിയിക്കുന്നതിൻ്റെ സാക്ഷി RSSകാർ തന്നെയാണ്. അവരെന്ത് നിലപാടാണ് സ്വീകരിക്കുക? അവരൊരു RSSകാരനെ രക്ഷപ്പെടുത്തുന്ന, അതിൽ തന്നെ അതിനു മുമ്പ് മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട് ഒരു സംഘർഷം അവിടെ നേരത്തെ ഉണ്ടായിരുന്നു. RSSകാരെ ചില മുസ്ലിങ്ങൾ ആക്രമിച്ചിരുന്നു. അതിൻ്റെ ഒരു പ്രതികരണം എന്നോണമാണ് മൗലവിയെ കൊലപ്പെടുത്തിയത് എന്നാണ് പ്രോസിക്യൂഷൻ്റെ വാദം. എങ്കിൽ അങ്ങനെ ഏതാണ് സംഭവം? അങ്ങനെ ഒരു സംഭവം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ? എങ്കിൽ ആ സംഭവത്തിൻ്റെ രേഖകൾ കോടതിയിൽ സമർപ്പിക്കണം. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിൽ 5 പേരെ പ്രതി ചേർത്തിട്ടുണ്ട്. അതിലൊരാളെ തന്നെ മാത്രമേ ഇവിടെ വിചാരണയ്ക്ക് വിധേയമാക്കിയിട്ടുള്ളൂ. ബാക്കിയുള്ളവരെ ട്രയലിൽ അവരെ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ വളരെ അലസമായ ഒരു സമീപനം. നമ്മളിത് മനസ്സിലാക്കേണ്ടത്, RSSുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഈ അലസ സമീപനം ഒറ്റപ്പെട്ട സംഭവമല്ല. 2016 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എത്ര കേസുകളാണ് RSSുമായി ബന്ധപ്പെട്ട് ഈ സർക്കാരിൻ്റെ ഉപേക്ഷ കൊണ്ട് പരാജയം സംഭവിച്ചിട്ടുള്ളത്? നിങ്ങൾ നോക്കൂ, CPMകാരടക്കം പ്രതികളായിട്ടുള്ള കേസുകളിൽ പോലും RSSകാർ ഊരിപ്പോകുന്നു. ഇത് കേരളത്തിന് നൽകുന്ന സന്ദേശം എന്താ? ഒരു വലിയ കൊലയാളി കൂട്ടം കേരളത്തിൻ്റെ സോഷ്യൽ ഫാബ്രിക്കിനെ തകർക്കാൻ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘത്തിന് എന്തും ചെയ്യാം. ലളിതമായി അവർക്ക് കേസുകളിൽ നിന്ന് ഊരിപ്പോകാം. ഒരു പ്രശ്നവും ഉണ്ടാകില്ല. വളരെ സാമൂഹ്യ ജാഗ്രതയുള്ളൊരു കേസാണല്ലോ റിയാസ് മൗലവി വിഷയം.
കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു കേസാണ്. അങ്ങനെ ഒരു കേസിൽ പോലും ഇത്രയും ഉപേക്ഷ വരുത്തിയാൽ എന്താ നമ്മൾ അതിനെക്കുറിച്ച് പറയേണ്ടത്? ഇപ്പോൾ ശ്രീ റജി ലൂക്കോസ് ഇവിടെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കട്ടെ, ഇതൊരു UDF ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ശ്രീ റജി ലൂക്കോസ് കടന്നാക്രമിക്കില്ലേ? ഇത് ഭരണകൂടത്തിൻ്റെ വീഴ്ചയാണ്, ഇത് പ്രോസിക്യൂഷൻ്റെ പരാജയമാണ്, അല്ല ഇത് ജഡ്ജിമെൻറ്റ് അല്ലെങ്കിൽ കോടതിയുടെ മാത്രം പ്രശ്നമാണ് എന്നൊരു നിലപാട് CPM സ്വീകരിക്കുമോ? ഒരിക്കലും സ്വീകരിക്കില്ല. അപ്പോൾ അവരെ റിമാൻഡിൽ പാർപ്പിച്ചതിൻ്റെ ക്രെഡിറ്റ് കേരള ഗവൺമെൻറ്റിനാണെങ്കിൽ തീർച്ചയായും ഈ കേസിലെ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വവും കേരള സർക്കാരിനാണ്. അതിനെ സാധൂകരിക്കുന്ന അനവധി വീഴ്ചകൾ ഈ കേസ് അന്വേഷണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലുണ്ട്. അത് അന്ന് മുതൽ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതാണ്. 2017 മുതൽ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതാണ്. വളരെ സ്വാഭാവികമായി 3-4 ആളുകൾ മദ്യപിച്ചു. നിങ്ങൾ ആദ്യം FIR എങ്ങനെ എഴുതിയത്? 3 ചെറുപ്പക്കാരിരുന്ന് മദ്യപിച്ചു. ലഹരി ബാധയേറ്റപ്പോൾ അവർക്ക് ഒരു കൊലപാതക ത്വരയുണ്ടായി. ആ കൊലപാതക ത്വര അവർക്ക് തീർക്കാൻ വേണ്ടിയിട്ട് അവരൊരു പള്ളിയിൽ കടന്നു ചെന്ന് ഒരാളെ കൊന്നു എന്നല്ലേ ആദ്യത്തെ FIR? എങ്ങനെയാണ് ഒരു പോലീസ് ഇങ്ങനെ എഴുതി ചേർക്കാൻ കഴിയുന്നത്? ഒരാരാധനാലയത്തിൽ കടന്നു കയറി ഒരാളെ കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് ഭീകരാക്രമണമാണ്. ശ്രീ റജി ലൂക്കോസ് ഭീകരതയുടെ വ്യാഖ്യാനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തുന്നത് കേട്ടു. അത് വളരെ സങ്കടകരമാണ്. ഇതിനപ്പുറം എന്താണ് ഭീകരത? രണ്ട് സമുദായങ്ങൾക്കിടയിൽ വലിയ സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു കേസല്ലേ? മുസ്ലിം സമുദായം സംയമനം പാലിച്ചതുകൊണ്ട് മാത്രമല്ലേ കാസർഗോഡ് വലിയൊരു സംഘർഷം ഒഴിവായിട്ടുള്ളത്? അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ആരാധനാലയത്തിൽ കടന്നു കയറിയാൽ അതുണ്ടാക്കുന്ന സാമൂഹ്യ സംഘർഷങ്ങൾ എത്ര വലുതായിരിക്കും? എന്താ അതിനപ്പുറത്ത് എന്ത് ഭീകരതയാണുള്ളത്? ഇവിടെ LDF സർക്കാർ UAPA ചുമത്തിയ 56 കേസുകളുണ്ട്. പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള 56 കേസുകൾ പോസ്റ്റർ ഒട്ടിച്ചതിൻ്റെ പേരിൽ. CP ജലീൽ എന്ന് പറയുന്ന ഒരു മാവോയിസ്റ്റ് പ്രവർത്തകൻ പോലീസിൻ്റെ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടു. പോലീസ് വ്യാജ ഏറ്റുമുട്ടൽ കൊലയിൽ അദ്ദേഹത്തെ കൊലപ്പെടുത്തി. അതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിച്ചുകൊണ്ട് പോസ്റ്റർ പതിപ്പിച്ച യുവജനവേദിയുടെ പ്രവർത്തകർക്കെതിരെ UAPA കേസ് എടുത്തിട്ടുണ്ട്. ഞാൻ UAPAക്ക് അനുകൂലമായി. UAPA എന്ന് പറയുന്നത് പോലെയുള്ള നിയമങ്ങൾ ജനാധിപത്യ വിരുദ്ധമാണ്. അത്തരം നിയമങ്ങൾ ഒരു ജനാധിപത്യ ഘടനയ്ക്ക് ആവശ്യമില്ല. നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളെ നേരിടാൻ കഴിയണം. അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിയമപരിഷ്കരണങ്ങളാണ് വേണ്ടതിന് പകരം ഭരണകൂടങ്ങൾക്ക് അമിതാധികാരം നൽകുന്ന നിയമങ്ങൾ ഒരു കാരണവശാലും ഉണ്ടാക്കാൻ പാടില്ല എന്ന് രാഷ്ട്രീയ നിലപാടുള്ളൊരു പാർട്ടിയുടെ പ്രവർത്തകനാണ് ഞാൻ. അതേസമയം ഇടതുപക്ഷത്തിൻ്റെ നിലപാടെന്താ? ഇടതുപക്ഷത്തിൻ്റെ നിലപാട് ഈ വിഷയത്തിൽ ഇരട്ടത്താപ്പാണ്. ഇവിടെ അലൻ താഹ ചായ കുടിക്കാനാണോ പോയത് എന്ന് മുഖ്യമന്ത്രിയുടെ ഒരു കമൻ്റുണ്ട്. ചായ കുടിക്കാനല്ല, അവരേത് ക്രിമിനൽ ഒഫൻസിലാണ് പോയത് എന്ന് തെളിയിക്കാൻ കഴിയാത്ത കേസിൽ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി UAPA ന്യായീകരിച്ചൊരു സംസ്ഥാനമാണ്. അതേപോലെ 56 കേസുകൾ UAPA ചുമത്തിയിട്ടുള്ളൊരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്ത് ഒരു ആരാധനാലയത്തിൽ കടന്നു കയറി RSSകാർ ഒരു മനുഷ്യനെ ക്രൂരമായി കൊലപ്പെടുത്തിയിട്ട് ആ കേസിൻ്റെ അന്വേഷണം പോലും മര്യാദക്ക് നടത്താതെ അതിൽ വളരെ അലസമായ സമീപനം സ്വീകരിച്ചിട്ട് ഏറ്റവും ഒടുവിൽ ഒരു വിധി വരുമ്പോൾ ഞങ്ങൾ ഇതിനൊന്നും ഉത്തരവാദികളല്ല, വേറെ ആരാണ്ടാണ് ഉത്തരവാദികൾ എന്ന് പറയുന്ന ഒരു നിസ്സഹായത ശരിയായ രീതിയല്ല. അതൊരു ഉത്തരവാദിത്വം. ശ്രീ നൗഷാദ് അലി, ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ഇപ്പോൾ അലൻ ഷുഹൈബ്, ത്വാഹ എന്നിവർക്കെതിരെ, MM അക്ബറിനെതിരെ, ഷംസുദ്ദീൻ പാലത്തിങ്ങലിനെതിരെയൊക്കെ ഈ UAPA ധാരാളമായി ചുമത്തിയിട്ടുണ്ട്. അപ്പോൾ ഏത് സ്വഭാവത്തിലുള്ള കേസുകൾക്കെതിരെയാണ് UAPA ചുമത്തേണ്ടത് എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഒരു വിശദീകരണ പ്രകാരം നമ്മൾ മനസ്സിലാക്കാത്ത മാവോയിസ്റ്റുകൾക്കെതിരെയൊക്കെ ആണെങ്കിൽ ചുമത്താം എന്നാണ്. നിങ്ങൾ പറയുന്നത് UAPA ചുമത്തണോ വേണ്ടെന്നുള്ള കാര്യത്തിൽ അറിയില്ല, പക്ഷേ ഇത് ഈ UAPA ചുമത്താതിരുന്നത് RSSുമായുള്ള ധാരണയാണെന്നാണ്. RSSുമായി അങ്ങനെ ഒരു ധാരണയുണ്ടെങ്കിൽ 7 കൊല്ലവും 7 ദിവസവും ആ പ്രതികൾ ജാമ്യം പോലും കിട്ടാതെ ജയിലിൽ കിടക്കുമോ? ഇവിടെ അജിംസ് ചോദിച്ച ചോദ്യം പല ആളുകളും ഉന്നയിക്കുന്നൊരു ചോദ്യവും പലരെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി CPM ഇപ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്. കാരണം ഇവിടെ ഒരു കേസിൽ ജാമ്യം കിട്ടുക എന്ന് പറഞ്ഞത് അത് പൂർണ്ണമായും ആ കേസിൻ്റെ കുറ്റപത്രം അത് കൈക്കുറ്റപ്പാടൊക്കെ തീർത്ത് സമഗ്രമാകുന്ന അതിനെ മാത്രം മാനദണ്ഡമാക്കിയല്ല ഒരു കേസിൽ ജാമ്യം വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത്. ഒരു കേസിൽ അതിൻ്റെ ഒരു അലിഗേഷൻ സൈഡാണ് വളരെ പ്രധാനമായിട്ട് ജാമ്യത്തിന് പരിഗണിക്കുമ്പോൾ കോടതി മുൻവിധി അല്ലെങ്കിൽ മുഖവിലക്ക് എടുക്കാറുള്ളത്. അവിടെ കൃത്യമായിട്ട് ഇവർ പിന്നെ കമ്മ്യൂണൽ ഹേറ്റ്രഡ് ഉണ്ട്, അവിടെ വർഗീയ കലാപത്തിന് മുതിരുന്നു, അവർ ജാമ്യത്തിൽ വിട്ടാൽ സ്വാഭാവികമായിട്ടും അവർ ഒരു വർഗീയ കലാപത്തിന് കോപ്പുകൂട്ടാനിടയുണ്ട്, അവർ ബോധപൂർവം മതപരമായ വിരോധം മുൻനിർത്തിയാണ് കൊലപാതകം ചെയ്തത്, അവർ RSSകാരാണ്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആരോപണങ്ങൾ തീർച്ചയായിട്ടും ഈ പ്രതികൾക്കെതിരെയുണ്ട്. എന്നാൽ ആ ആരോപണം തെളിയിക്കാൻ ആവശ്യമായ ഒരു കാര്യവും കുറ്റപത്രത്തിലില്ല എന്ന് മാത്രമല്ല, ആ ആരോപണങ്ങളൊക്കെ മൂക്കുകുത്തി വീഴാൻ പാകത്തിലുള്ള എല്ലാ
ഘടകങ്ങളും പ്രതികൾക്ക് അനുകൂലമായിട്ട് കുറ്റപത്രത്തിലും അതിൻ്റെ അനുബന്ധ കാര്യങ്ങളിലും ഒക്കെ ഉൾച്ചേർന്നിട്ടുമുണ്ട്. ഇതാണ് ആ കേസിൻ്റെ ആകത്തുക. അപ്പോൾ കേസിൻ്റെ ഈ ആരോപണങ്ങൾ മുൻനിർത്തി ജഡ്ജി സ്വാഭാവികമായിട്ടും ഈ കേസിൻ്റെ ഗ്രാവിറ്റി കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം ഒട്ടും പരിഗണിക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. പക്ഷേ തീർച്ചയായിട്ടും അതിൻ്റെ ആരോപണ വശങ്ങൾ കേസ് ഫ്രെയിം ചെയ്യുമ്പോൾ പ്രതികൾക്കെതിരായിട്ട് കാര്യങ്ങൾ മുൻനിർത്തിയാണ് ജാമ്യം പരിശോധിക്കുക. അങ്ങ് പോലും ചൂണ്ടിക്കാട്ടുന്നില്ല. ഗൂഢാലോചന അന്വേഷിച്ചിട്ടില്ല. ഈ ഗൂഢാലോചന അന്വേഷിച്ചിട്ടില്ല. ഒന്ന്. രണ്ട്, UAPA ചുമത്തി കേസെടുക്കുകയാണെങ്കിൽ കേസിന്റെ ഗ്രാവിറ്റി വേറൊന്നാണ്. ഗൂഢാലോചന ഉൾപ്പെടെ പുറത്തു കൊണ്ടുവരേണ്ടി വരും. ഇവർക്ക് പ്രേരണ നൽകിയ നേതാക്കൾ ഉൾപ്പെടെ അന്വേഷണ ഏജൻസിയുടെ മുമ്പിൽ വരേണ്ടി വരും. ഇതൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ചോദിക്കുന്നത് ഈ UAPA ചുമത്തുന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു വ്യക്തത ഉണ്ടോ എന്നാണ്. തീർച്ചയായിട്ടും ഇവിടെ പ്രതിപക്ഷ നേതാവ് ഇന്ന് ആ കാര്യത്തിലൊക്കെ വളരെ കൃത്യമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആ കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് ആദ്യമായിട്ട് പറയേണ്ടയാൾ ഞാനല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാനത് സ്പഷ്ടമായ ആ വിഷയത്തിലേക്ക് കടക്കാത്തത്. ഒരു ചാനൽ ചർച്ചയിലെ പ്രതിനിധി അങ്ങനെ പറഞ്ഞതുകൊണ്ട് അത് ആധികാരികമാകുന്നില്ല എന്ന് അജിംസിനറിയാം. പക്ഷേ ഞാനൊരു കാര്യം പറയുന്നത്, ഒരു പക്ഷേ ആ കൊലക്കേസിലെ പ്രതികൾ RSSകാരല്ലായിരുന്നുവെങ്കിൽ, മറ്റാരെങ്കിലും ആയിരുന്നുവെങ്കിൽ എന്നേ UAPA ചുമത്തപ്പെട്ടേനെ എന്നുള്ള കാര്യത്തിൽ ഈ സർക്കാരിൻ്റെ ഇതപര്യന്തമുള്ള നടപടികൾ വീക്ഷിക്കുന്ന ഒരാൾക്കൊരു സംശയവും ഉണ്ടാവാനിടയില്ല. കാരണം ഇവിടെ നിങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇവിടെ ഒരു ആരാധനാലയത്തിലേക്ക് രാത്രി കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി ആളുകൾ അങ്ങ് ഇടിച്ച് കയറി ഒരുത്തൻ്റെ കഴുത്തറത്ത് കൊല്ലുകയാണ്. ആ മനുഷ്യന് ഇവരൊരു മുൻപരിചയമില്ല. ആ മനുഷ്യനും ഇവർ ഒരു നാട്ടുകാരല്ല, മുമ്പ് ഏതെങ്കിലും ഒരു സംഘർഷത്തിൽ ഭാഗവാക്കായ ആളല്ല, ഇവർ മുഖാമുഖം ഏതെങ്കിലും രൂപത്തിൽ മുൻവൈരാഗ്യമുള്ള നിലയ്ക്ക് ഏറ്റുമുട്ടിയ ആളുകളല്ല. ഇതൊന്നുമല്ലാത്ത ഒരാളെ ഇന്ന മതത്തിൽപ്പെട്ട ഒരാളെ ആരെ കിട്ടുമടാ എന്ന് ചോദിച്ച് കത്തിയൂരി നടക്കുമ്പോൾ ഒരു മദ്രസയും പള്ളിയൊക്കെ കണ്ട് അവിടെ കയറി അതിനകത്ത് കിടന്നിറങ്ങുന്ന ഒരാളെ കുത്തി കൊന്നു, അല്ലെങ്കിൽ കഴുത്തറത്ത് കൊന്നു, കൃത്യം നിർവഹിച്ച് അവർ പുറത്തേക്ക് പോവുകയാണ്. ഈ പറഞ്ഞ FIRൽ പോലും അവർ മദ്യപിച്ചാണിത് ചെയ്തത് എന്നാണ് ആദ്യമായിട്ട് FIRനകത്തൊക്കെ ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. കുറ്റപത്രത്തിൽ അവർ RSS ആണെന്ന് പറഞ്ഞത് തെളിയിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന സാക്ഷികൾ RSSകാരാണ്. ഇതൊക്കെ വെള്ളരിക്കാപട്ടണമാണോ? ഇങ്ങനെയൊക്കെ ഒരു കുറ്റപത്രമൊക്കെ എഴുതി കോടതിയിൽ സമർപ്പിച്ചിട്ട് അതെല്ലാം ജഡ്ജിയുടെ പെടലിക്കിട്ട് ജഡ്ജി സംഘപരിവാറാണ് എന്നൊക്കെയാണ് ഇവിടെ ധ്വനിപ്പിക്കുന്നത്. ജഡ്ജി ഏത് പരിവാറാവട്ടെ, ഇവിടെ ഒരു കുറ്റപത്രവും അതിൻ്റെ സമഗ്രതയുമാണ് കോടതി ഒരു കേസിൽ അന്തിമമായി വിധി പറയാൻ വേണ്ടിയിട്ട് മുഖവിലക്കെടുക്കുന്നത്. അതിന് ജഡ്ജിയുടെ മാത്രം മെക്കിട്ട് കയറിയിട്ട് കാര്യമില്ല എന്ന് ബന്ധപ്പെട്ടവർ ഓർക്കണം. ഇവിടെ 153A ചുമത്തിയിട്ടുണ്ട് ഈ കേസിൽ എന്നൊക്കെ പറഞ്ഞല്ലോ. ഇവിടെ ഈ കേസിനെ വിമർശിക്കുന്ന ആളുകളുടെ പേരിലും 153A ചുമത്തിയിട്ടുണ്ട്. അവർക്ക് ഏതായാലും ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ പിണറായി വിജയൻ്റെ സർക്കാരും പോലീസും ഒക്കെ ജാഗ്രത കാട്ടുമെന്ന് നമുക്ക് ഉറപ്പാണ്. കാരണം അവരുടെ രീതി അങ്ങനെയാണ്. ഇവിടെ അല്ലെങ്കിൽ ഒരു കാര്യമുണ്ട്, ഇവിടെയൊക്കെ ന്യായാധിപൻ്റെ കാര്യത്തിലൊന്നും പക്ഷം പിടിക്കാനൊന്നും ഞാനാളല്ല. പക്ഷേ പരസ്യമായിട്ട് ന്യായാധിപനെ ആക്ഷേപിച്ചുകൊണ്ടാണ് തങ്ങളുടെ വീഴ്ചകൾ മറികടക്കാനോ മറച്ചു വെക്കാനോ ഒരുപടി ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കെതിരെയും കേസെടുക്കണം, കോടതിയെ അപകീർത്തിപ്പെടുത്തുന്നു എന്നാരോപിച്ചുകൊണ്ട്. എനിക്കഭിപ്രായമില്ല, പിന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ഭദ്രമായിട്ടാണ് എല്ലാവരും ചെയ്തതെന്ന അഭിപ്രായമുള്ള ആളല്ല ഞാൻ. പക്ഷേ ഇതിൽ ഒന്നാമതായിട്ട് ഇതിനകത്ത് പോലീസും പ്രോസിക്യൂഷനും തന്നെയാണ് ഇതിനകത്ത് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. പിന്നെ മാത്രമേ മറ്റുള്ള ആളുകളൊക്കെ കടന്നു വരുന്നുള്ളൂ. ഒരു ന്യായാധിപന് പിഴവ് പറ്റിയാൽ അത് പരിഹരിക്കാൻ മേൽക്കോടതികളുണ്ട്. പക്ഷേ പോലീസിൻ്റെ കുറ്റപത്രത്തിലൊക്കെ പിഴവ് പറ്റിയാൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇവിടെ പരിഹരിക്കാൻ ആരുണ്ട് എന്ന വലിയ ചോദ്യമുണ്ട്. മുൻകാലങ്ങളിലൊക്കെ CBI അന്വേഷിക്കണം, മറ്റ് ഏജൻസികൾ അന്വേഷിക്കണം എന്നൊക്കെ നമുക്ക് പറയാമായിരുന്നു. ഇന്ന് അത്തരത്തിലൊന്നും പറയാൻ പറ്റാത്തൊരു ഇന്ത്യയാണ്. അതൊക്കെ CBI പരിഷത്തും CBI മോർച്ചയും ഒക്കെ ആയി മാറിയതാണ്. ഇത്തരം കേസുകളിൽ പക്ഷേ ഈ പറഞ്ഞ മൗലവിയുടെ കുടുംബാംഗങ്ങൾ പ്രതികളാകുമോ എന്ന് പോലും നമുക്ക് ഭയമുണ്ട് അവരൊക്കെ അന്വേഷിച്ചാൽ. അപ്പോൾ ഇവിടെ എവിടെയും നീതിയില്ലാത്ത ആളുകളെ ഇവിടെ പന്ത് തട്ടുന്നൊരു പരിപാടി ഇവിടെ പിണറായി വിജയൻ്റെ പോലീസും ചെയ്യുന്നു എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും ഇതിനകത്ത് നിരീക്ഷിക്കാനില്ല. ഏതായാലും ഇതൊക്കെ നമ്മുടെയൊക്കെ സാമൂഹിക ജീവിതത്തിൻ്റെ താളം തെറ്റിക്കാൻ ഉതകുന്നതും ആളുകൾക്ക് പൊതുനീതിയിലൊക്കെ വിശ്വാസമില്ലാതെ വരാൻ അവരെ പ്രേരിപ്പിക്കുന്നതും അതിനൊക്കെ തക്കം പാലിക്കുന്ന ശക്തികൾക്ക് ബലം പകരുന്നതുമാണ്. നൗഷാദ് അലി, UAPA ചാർത്തുന്ന കാര്യത്തിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് എന്താണ് പറഞ്ഞത്? അത് RSSകാരായതുകൊണ്ട് അവർ ധാരണയിലായതുകൊണ്ടാണ് ചാർത്താത്തതെന്ന് VD സതീശൻ വ്യക്തമായി പറയുന്നു. പക്ഷെ അങ്ങനെയൊക്കെ അത് ആവർത്തിച്ച് പറയാനൊരു ഭയമാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, 2013 കതിരൂർ മനോജ് വധക്കേസിൽ P ജയരാജനെതിരെ 2014 UAPA ചുമത്തുന്നത് നിങ്ങളുടെ സർക്കാരാണ്. അത് രാഷ്ട്രീയ കൊലപാതകമാണ്. അത് ഈ പറഞ്ഞ മാതിരി ഒരു കമ്മ്യൂണൽ ആംഗിളുള്ള ഒരു കൊലപാതകമേ അല്ല. എന്നിട്ടും അയാൾക്കെതിരെ UAPA ചാർത്താൻ നിങ്ങളുടെ സർക്കാരിന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. ഈ കാര്യത്തിൽ റിയാസ് മൗലവിയുടെ കാര്യത്തിൽ അതൊരു ഭീകരപ്രവർത്തനമാണോ അല്ലേ എന്ന് പറയാൻ നിൽക്കാവുന്നില്ല. അതിൽ UAPA ചാർത്തണമോ വേണ്ടെന്ന് നിങ്ങൾക്ക് പറയാനാവുന്നില്ല. അല്ല അജിംസെ, ഇവിടെ പ്രതിപക്ഷ നേതാവ് അത്തരത്തിൽ പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ഇവിടെ
ഈ ചാനലിൽ വന്നിരിക്കുന്ന പാർട്ടിയുടെ ഒരു എളിയ പ്രവർത്തകനായി എൻ്റെ പരാമർശത്തിനും അഭിപ്രായത്തിനൊന്നും പ്രത്യേകിച്ച് അതിനെ മറികടക്കാനോ അല്ലെങ്കിൽ അതിനോടൊപ്പം നിൽക്കാനോ ഉള്ള വകുപ്പില്ലല്ലോ. ഞാൻ വളരെ കൃത്യമായിട്ട് നിങ്ങളോട് പറയുന്നു, ഈ വിഷയം ഇതൊരു ഭീകരപ്രവർത്തനം തന്നെയാണ്. UAPA ചുമത്താൻ ഉതകുന്ന തരത്തിലുള്ള വളരെ കൃത്യമായ ഒഫൻസുകളുള്ള ഒന്നാണ്. UAPA ചുമത്തണം കോൺഗ്രസ് എന്നൊരു അഭിപ്രായ പ്രകടനം നടത്താൻ ഞാൻ ആളല്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭീകരപ്രവർത്തനമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിലേറെ സമാനമായതോ അല്ലെങ്കിൽ ലഘുവാണ് എന്ന് വേണമെങ്കിൽ താരതമ്യപ്പെടുത്താവുന്നതോ ആയ കാര്യങ്ങളൊക്കെ ഇത്തരം പട്ടികയിൽപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ കതിരൂരിലെ മനോജിൻ്റെ കേസടക്കമുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് അത്തരം പ്രീസിഡൻസുകൾ മുൻനിർത്തി ഞാനിത് അടിവരയിട്ട് പറയുന്നു, ഇതൊക്കെ അതിനുതകുന്ന കാര്യങ്ങളാണ്, അതിനർഹമായ കുറ്റകൃത്യങ്ങളാണ്. മാതൃകാപരമായ അത്തരം നടപടികൾ ഇതിനകത്ത് വേണമായിരുന്നു. അതൊന്നും ഇവിടെ നടപ്പായില്ല. അതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്തൊരു നിലപാട് വേറൊരു കോൺഗ്രസ്സുകാരന് പറയാനില്ല. പിന്നെ പാർട്ടിയുടെ നിലപാടാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ അത് പറയാൻ ഞാൻ ആളല്ല എന്ന് മാത്രമാണ് പറഞ്ഞത്. അത് എൻ്റെ ഒരു ഉത്തരവാദിത്ത ബോധവും ഒരു അച്ചടക്ക ബോധവുമാണ്. അത് ഏതെങ്കിലും തരത്തിലുള്ള എൻ്റെ ഇൻറ്റഗ്രിറ്റിയിലെ സംശയമായിട്ട് നിങ്ങളതിനെ വഴിമാറ്റരുത് എന്നാണ് എനിക്ക് നിങ്ങളോടുള്ള അപേക്ഷ. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമാണിത്. റെജി ലൂക്കോസ്, ഈ പ്രതികൾ 7 വർഷമായി ജയിലിലാണ്. ഇവരെല്ലാം ഈ കൊലപാതകം നടക്കുന്ന സമയത്ത് ചിലർ ടീനേജേഴ്സാണ്, ഒരു 19 വയസ്സോ 18 വയസ്സൊക്കെ ഉള്ളവരാണ്, ചിലർ 20 വയസ്സുള്ളവരാണ്. ഇപ്പോൾ അവർക്ക് 30 വയസ്സിൽ താഴെ പ്രായമുണ്ടാവും, അല്ലെങ്കിൽ 30 വയസ്സുണ്ടാകും. അപ്പോൾ ഈ ചെറുപ്പക്കാർ ഒരു ഗൂഢാലോചനയോ പ്രേരണയോ ഇല്ലാതെ ഇങ്ങനെ പോയി ചെയ്തു, RSകാരാണ് എന്നുള്ളതുകൊണ്ട് എന്ന് ഏതെങ്കിലും കോടതി വിശ്വസിക്കുമോ? ഈ കേസിൽ ഗൂഢാലോചന അന്വേഷിക്കാത്തതല്ലേ ഏറ്റവും വലിയ വീഴ്ച? അല്ലേ, ഞാൻ പറഞ്ഞല്ലോ, ഈ കേസിനെ സംബന്ധിച്ചോളം കേരളത്തിൽ മറ്റേ പല കൊലപാതകം നടന്നതിനേക്കാളൊക്കെ അപ്പുറം ഈ ചെറുപ്പക്കാരനായിട്ടുള്ള റിയാസ് മൗലവിയുടെ അരും കൊലപാതകത്തിൻ്റെ പിന്നിൽ വർഗീയതയാണെന്നുള്ളവരും കേരളം തിരിച്ചറിഞ്ഞൊരു വസ്തുതയാണ്. അതിനെ അതിശക്തമായ രീതിയിൽ നമ്മൾ അവലംബിച്ചു. നമ്മളെയൊക്കെ ഭയപ്പെടുത്തിയൊരു കൊലപാതകമാണ്. സാധാരണ രീതിയിൽ വ്യക്തിപരമായ എന്നില്ല അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മതപരമായിട്ടുള്ള ഒരു വാഗ്വാദത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയത്തിൻ്റെ പേരിലൊക്കെയാണ് പലരെയും ഇവർ കൊന്നു തള്ളുന്നത്. പക്ഷേ ഇതിനകത്ത് അങ്ങനത്തെ യാതൊരു ഘടകവുമില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് വേദനിച്ചു. അജിംസിനോട് ഞാൻ ചർച്ചയുടെ വിഷയത്തിൽ നിന്ന് മാറുന്നതല്ല, ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാം. നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം ഏതാണ്ട് അപകടമാണ്, ലോകരാഷ്ട്രങ്ങൾ തന്നെ അപലപിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഗുജറാത്തിലെ 3 കോടതി വിധി, അതിൽ ഒരെണ്ണം ഞാൻ പ്രതിപാദിക്കാം. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നൗഷാദിലയുടെ പരമോന്നത നേതാവ് രാഹുൽ ഗാന്ധി ഒരു ചെറിയൊരു പരാമർശം നടത്തിയതിൻ്റെ പേരിൽ പരമാവധി ശിക്ഷ 2 വർഷത്തെ ശിക്ഷ ഗുജറാത്തിലെ കീഴ്ക്കോടതി വിധിച്ചു. ഹൈക്കോടതി അതിനെ അനുകൂലിച്ചുകൊണ്ടുള്ള വിധി പറഞ്ഞു. വാസ്തവം പറയുകയാണെന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിയിൽ നിന്ന് വളരെ നേരിയ രീതിയിലാണ് അദ്ദേഹം ആ കേസിന് സ്റ്റേ വാങ്ങിച്ചത്. അല്ലായിരുന്നുവെങ്കിൽ ഈ രാഹുൽ ഗാന്ധി ഇന്ന് തെരഞ്ഞെടുപ്പിനെ പോലും ഫേസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, സ്ഥാനാർത്ഥിയാകാൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹത്തിന് വിലക്കിലേക്ക് വന്നേനെ. അങ്ങനെ എത്രയെല്ലാം നടപടികൾ കേരളത്തിലെ പല കോടതിയിൽ നിന്നും വരുന്നുണ്ട്. നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ കോടതിയിലെ ന്യായാധിപന്മാരെ വിമർശിക്കുകയോ ഒന്നും ചെയ്യത്തില്ല, അതിനൊന്നും നമ്മൾ ആരുമല്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം ഇപ്പോൾ പല രീതിയിലും പല ചട്ടക്കൂടുകളിലൊക്കെ ഉള്ളിലാണ് ഈ രാജ്യം മുമ്പോട്ട് പോകുന്നവരും. നൗഷാദ് അലിക്ക് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനും എല്ലാം വളരെ വ്യക്തമായിട്ടറിയാം. നമ്മൾ ഭയപ്പെടേണ്ട സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നു. അതാണ് ഈ തെരഞ്ഞെടുപ്പിന് മുന്നിൽ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത്. ഈ നൗഷാദ് അലിയുടെ പാർട്ടി ദേശീയ തലത്തിലൊക്കെ അവതരിപ്പിക്കുന്നത് അത് തന്നെയാണ്. അപ്പോൾ അതിന് നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? പല കോടതി വിധികളിലും നിർഭാഗ്യകരമായിട്ടുള്ള വിധി വരുന്നുണ്ട്. ഇപ്പം ഞാനിപ്പോൾ നോക്കുകയത് അതിനകത്ത് പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ശാസ്ത്രീയപരമായിട്ടുള്ള 100-ൽ പരം തെളിവുകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ട കോടതി അതിനെ കണക്കിലെടുത്തില്ല. അത് പോരാന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പ്രോസിക്യൂഷനെ സംബന്ധിച്ചോളം, ഒരു സർക്കാരിനെ സംബന്ധിച്ചോളം ഒരു വിധി വരുന്നതിന് മുമ്പ് അതിനൊരു മുൻകൂട്ടി അല്ലെങ്കിൽ പ്രജുഡീസ് ആയിട്ട് എന്തെങ്കിലും രീതിയിലൊക്കെ പ്രവർത്തിക്കും. ഇത്തരം നരാധമന്മാർക്ക് വേണ്ടി ഇതൊക്കെ പറയുന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള ആരോപണം മാത്രമേ ഉള്ളൂ. ഞാൻ അതിനെ ചൂണ്ടിക്കേട്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് പത്രസമ്മേളനത്തിൽ പറഞ്ഞു. 7 വർഷക്കാലം അത്യപൂർവമായ കേസുകളിൽ മാത്രമേ ഉള്ളൂ എന്താ പറയുക, ഈ പറയുന്ന 7 വർഷം 8 വർഷമൊക്കെ നമ്മുടെ അതല്ലാതെ കൊണ്ട് വന്നിരിക്കുന്ന ഒരു വിധിയുടെ പേരിൽ ബഹുമാനപ്പെട്ട നമ്മുടെ ഇപ്പോൾ രോഗശൈലിയിൽ കിടക്കുന്ന മദനി മാത്രമേ ഉള്ളൂ 11 വർഷക്കാലം കോടതി. അതും പക്ഷേ ഒരു വിധിയുടെ ഒരു പിന്നാമ്പുറം ഉണ്ടായിരുന്നു. ഇത് അതുപോലും ഉണ്ടാകുകൊണ്ട് ഇവരെ ഏതാണ്ട് 7 വർഷം 7 ദിവസം ഇവരെ കോടതി ജാമ്യം കിട്ടാത്ത രീതിയിലുള്ള ശക്തമായ നടപടികൾ, ശക്തമായ രീതിയിലുള്ള വാദങ്ങൾ നിരത്തി അത് സംസ്ഥാന സർക്കാരിൻ്റെയും പ്രോസിക്യൂഷൻ്റെയും നിലപാടുകൾ കൊണ്ട് മാത്രമാണ് അവർക്ക് പുറത്തിറങ്ങാൻ വന്നത്. അപ്പോൾ വളരെ വ്യക്തമല്ല അജിംസൈസ്, ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോളം ഈ RSS പ്രവർത്തകർക്ക് ശിക്ഷ കിട്ടണമെന്നുള്ള ഒരു ഇൻറ്റൻഷൻ അതിനകത്ത് ഉണ്ടായിരുന്നു, ഒരു സംശയമില്ല കാര്യത്തിൽ. പക്ഷേ ഇപ്പോഴത്തെ രാജ്യം, ഇപ്പോൾ ഇവർ രണ്ടുപേരും പറഞ്ഞിരിക്കുന്നത്, ഇപ്പോഴും ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ മഹാരാജ്യം വലിയ രീതിയിലുള്ള അപകടകരമായ സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ശക്തമായ ഒരു നിലപാട്, അതിശക്തമായ ഒരു നിലപാട് അതുകൊണ്ട് മാത്രമാണ് ഒരു നേരിയ പ്രതീക്ഷ ജനാധിപത്യത്തിൽ ഉണ്ടായിരിക്കുന്നത്.
അല്ല എങ്കിൽ 400 മുകളിൽ സീറ്റ് കിട്ടുന്ന ബാധ്യതയിലേക്ക് അവർ അടുത്താനെ. ഇപ്പൊ അതിൽ നിന്നൊക്കെ തകർന്നടിച്ച് താഴോട്ട് പോയിരിക്കുന്നു. ഭൂരിപക്ഷം കിട്ടുന്ന കാര്യത്തിൽ പോലും സംശയമാണ്. എന്തുകൊണ്ടാണ് ഇലക്ട്രൽ ബോണ്ട് പോലെയുള്ള കാര്യങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് അതിശക്തമായ നിലപാട് സുപ്രീം കോടതി എടുത്തു. അത് ജൂൺ 30 വരെ അവർ സമയം ചോദിച്ചിട്ട് പാടില്ല എന്ന് പറഞ്ഞു. അഴിമതിക്കും കള്ളപ്പണത്തിനുമെതിരെ ഈ രാജ്യത്ത് അധികാരത്തിലേറിയ പാർട്ടി ഇന്ത്യയുടെ ഏറ്റവും വലിയ അഴിമതിക്കാരാണെന്ന് തെളിഞ്ഞില്ലേ? അപ്പൊ അതാണ് പറയുന്നത് ജനാധിപത്യത്തിന്റെ അവസാനത്തെ പ്രകാശം എന്ന് പറയുന്നത് നമ്മുടെ കോടതിയാണ്, സുപ്രീം കോടതിയാണ്. ആ സുപ്രീം കോടതി വിധി ഇന്ത്യൻ ജനാധിപത്യത്തിന് നാളുകളിലേക്കുള്ള വലിയ പ്രതീക്ഷയാണ്. ഏറ്റവും ഒടുവിലെ റിപ്പോർട്ടുകൾ അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ജനാധിപത്യ ഹത്യയ്ക്ക് വേണ്ടിയിട്ട് ജനാധിപത്യത്തെ വിലക്ക് ഏർപ്പെടുത്തിയവർക്കെതിരെ ഉത്തരേന്ത്യയിൽ നിന്ന് പോലുമുള്ള പ്രതികരണങ്ങൾ വോട്ടെടുപ്പിൽ വരുമെന്ന് പറയുന്നു. അപ്പോൾ എന്താണ് എല്ലാത്തിനെയും കൈപ്പിടിയിൽ ഒതുക്കി പിന്നെ നീതിന്യായ പീഠത്തിനെ പോലും കൈപ്പിടിയിൽ ഒതുക്കുന്ന വിധികൾ ഈ രാജ്യത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ആ വിധിയെ ശ്ലാഘിച്ചുകൊണ്ടും നമ്മൾ ആശ്വാസപരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഞാൻ ഈ ചർച്ചയെ കൊണ്ടുവരാൻ കാരണം മൗലവിയുടെ വധത്തെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിന് കൃത്യമായ രീതിയിലുള്ള നിലപാടുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പരസ്യമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നു ശക്തമായ രീതിയിലുള്ള നടപടികളുമായിട്ട് മേൽക്കോടതിയിലേക്ക് പോകാനുള്ള ഇൻസ്ട്രക്ഷൻസ് ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്തിരിക്കുന്നു, പ്രോസിക്യൂഷൻ അതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിരിക്കുന്നു. ഞാൻ 100% വിശ്വസിക്കുന്നു ബഹുമാനപ്പെട്ട നമ്മുടെ കേരളത്തിലെ ഞടുക്കിയ റിയാസ് മൗലവിയുടെ കൊലപാതകം അടുത്ത മേൽക്കോടതിയിൽ ഈ 3 പ്രതികളെയും ശിക്ഷിച്ചിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഒരു ഉദാഹരണം പറയാം, അതുകൊണ്ട് കൂടി വിചാരണ കോടതി തന്നെ അന്വേഷണത്തെയും പ്രോസിക്യൂഷനെയും വിമർശിച്ചിരിക്കെ ഈ കേസിൽ അപ്പീൽ പോവുകയാണോ വേണ്ടത്, അതല്ല ഒരു പുനരന്വേഷണമാണോ വേണ്ടത്? അത് അതിലെ നമുക്ക് ഇപ്പൊ ഇത് അന്വേഷണത്തിന് പോലും അല്ല ഇതില് ഇപ്പോൾ നമുക്ക് സംഭവിച്ചിട്ടുള്ളത് ഇതിന്റെ കേസ് ഏത് കോടതിയിൽ പോയാലും ഇതിലെ അപ്പീൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായി സർക്കാർ ആ വീഴ്ചയെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് വേഗത്തിൽ തന്നെ ഇത് ഞങ്ങൾ ആ അപ്പീൽ പോവുകയാണ്, ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നു. ഇതൊക്കെ വളരെ നോർമലായിട്ടുള്ള ഒരു രാഷ്ട്രീയ നടപടികളാണ്. പക്ഷേ ഇതിനകത്ത് നമുക്ക് അതിനകത്ത് പറയാനുള്ളത് ഇതിൻ്റെ വീഴ്ച എന്താണ്, അത് ഗവൺമെൻറ് തുറന്ന് സമ്മതിക്കണം. നിങ്ങൾ വീഴ്ചയെ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് അപ്പീൽ പോയാൽ വ്യത്യസ്തമായൊരു വിധി വരില്ല. ഇതിൻ്റെ അടിസ്ഥാന അന്വേഷണത്തിൽ തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് വന്ന വീഴ്ച പരിഹരിക്കാതെ ഒരു അപ്പീൽ കോർട്ടിലേക്ക് പോയാൽ എന്താണ് അതിൽ വ്യത്യസ്തമായത് സംഭവിക്കാൻ പോകുന്നത്? കോടതിയുടെ മുമ്പിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ഇവിടുത്തെ ജഡ്ജിയെ മഹത്വപ്പെടുത്തുന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞു കോടതികളുടെ കാര്യത്തിൽ ശ്രീ റജി ലൂക്കോസ് പറഞ്ഞ ആശങ്കകളൊക്കെ ഞാൻ ശരിവെക്കുകയാണ്. അതേസമയം ആ ആശങ്കകളിലേക്ക് നമുക്ക് പോകണമെങ്കിൽ തീർച്ചയായും അതിനു മുമ്പ് നമ്മൾ പൂർത്തീകരിക്കേണ്ട കാര്യങ്ങളുണ്ട്. എന്ത് ഇവിടെ നടന്നില്ല? ആലപ്പുഴയിലെ രഞ്ജിത്ത് ശ്രീനിവാസൻ കേസിൽ ഗവൺമെൻറ് എടുത്തൊരു ശുഷ്കാന്തി എത്ര വലിയ ആവേശമാണ് കാണിച്ചത്. 1 വർഷം കൊണ്ട് എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കി. സംസ്ഥാന പോലീസ് മേധാവി അതിലെ അന്വേഷണ സംഘത്തെ പ്രകീർത്തിച്ചു. അത്യപൂർവമായ ഒരു വിധി, 15 പേരെ നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കാളികളല്ലാത്തവർക്ക് പോലും വധശിക്ഷ വിധിച്ചുകൊണ്ടുള്ള അസാധാരണമായൊരു വിധി അവിടെ മാവേലിക്കര കോടതിയിൽ നിന്നുണ്ടായി. എന്നാൽ ആ സംഭവം നടക്കുന്നതിന് തൊട്ടു മുമ്പ് നടന്ന ഷാൻ വധക്കേസ് അതെവിടെ എത്തിയിട്ടില്ല, ഇഴഞ്ഞു നീങ്ങുന്നു. ന്യായമായി സംശയിക്കണ്ടേ? അതേപോലെ തന്നെ നമുക്കറിയാം കേരളത്തിൽ എത്ര കേസുകൾ, ഇവിടെ കൊടിഞ്ഞി ഫൈസലിൻ്റെ കേസിൽ അലംഭാവം ഉണ്ടായി, ഇതേ അലംഭാവം ഉണ്ടായി. ഇപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, എന്നാൽ കൊടിഞ്ഞി ഫൈസൽ കേസിലെ പ്രതികൾ വളരെ ലളിതമായി ജാമ്യം നേടി, മഞ്ചേരിയിലെ പ്രാദേശിക കോടതിയിൽ നിന്ന് ജാമ്യം നേടി പുറത്തു വന്നു. അതേപോലെയുള്ള അനവധിയായ കേസുകൾ കേരളത്തിൽ RSSുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഒരൊറ്റ റിയാസ് മൗലവി കേസല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇതിൽ രാഷ്ട്രീയമായ ചില ഗൂഢാലോചനകളുണ്ട്, എന്തൊക്കെയോ കൊടുക്കൽ വാങ്ങലുകളുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ ഒരു അഴിമതി സാധൂകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ തെളിവുകൾ അന്വേഷിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യം അന്വേഷിക്കും. ഇവിടെ CPMുമായി ബന്ധപ്പെട്ട് RSSും CPMും തമ്മിലുള്ള ഒരു സമാധാന ചർച്ച നടന്നിട്ടുണ്ട്. സമാധാനമൊന്നും ആരും ഉണ്ടാക്കേണ്ട എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. നല്ലതാണ്, എല്ലാവരും കൊലക്കത്തി താഴെ വെക്കുകയാണ് വേണ്ടത്. അതിൻ്റെ മീഡിയേറ്ററായിരുന്ന ശ്രീ എമ്മിന് തിരുവനന്തപുരം നഗരത്തിൽ 4 ഏക്കർ സ്ഥലം കിട്ടി. എന്താണ് ആ സ്ഥലം കിട്ടാനുള്ള കാരണം? എന്താണ് അതുമായി ബന്ധപ്പെട്ട ഡീല്? കേവല സമാധാനമാണോ? അതോ RSSുമായി ബന്ധപ്പെട്ട് വരുന്ന കേസുകളിൽ സർക്കാർ ഉപേക്ഷ വരുത്തും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അങ്ങോട്ട് നൽകുമെന്നതാണോ ധാരണ? വളരെ ദുരൂഹമാണ് ആ ചർച്ച. ഇതുവരെ അതിൻ്റെ വസ്തുതകൾ പുറത്തു വന്നിട്ടില്ല. ഇത്തരം പശ്ചാത്തലത്തിൽ വേണം നമ്മൾ റിയാസ് മൗലവി കേസിനെ കാണാൻ.
അതുകൊണ്ട് വളരെ പെട്ടെന്ന് ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി ഈ കേസിൽ ഞങ്ങൾ അപ്പീൽ പോകും. അപ്പീൽ പോകാതിരിക്കാൻ ഗവൺമെൻറ് പ്രോസിക്യൂഷന് കഴിയുമോ? ഒരു പ്രാദേശിക കോടതിയിൽ വിധി വന്നാൽ ആ വിധി ഇത്രയും വളരെ പ്രമാദമായ ഒരു വിഷയത്തിൽ അപ്പീൽ പോകാതിരിക്കുക, അപ്പീൽ പോകുക എന്നുള്ളത് വലിയൊരു തീരുമാനമൊന്നുമല്ല. അത് വളരെ നോർമലായ ഒരു പ്രൊസീജിയറാണ്. ഈ കേസിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണം. പുനരന്വേഷണം ആവശ്യമാണെങ്കിൽ കോടതിയുടെ അനുമതിയോടെ ഉയർന്ന കോടതികളെ സമീപിച്ചുകൊണ്ട് ഇതിൽ അന്വേഷണത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഇനി തെളിവുകൾ കണ്ടെത്താൻ കഴിയുമോ എന്ന കാര്യം അറിയില്ല. കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്, DNA ഈ കൊലപാതകിയുടെ DNA പരിശോധിച്ചിട്ടില്ല. മൗലവിയുടെ രക്തമാണ് കൊലപാതകിയുടെ വസ്ത്രത്തിൽ പതിഞ്ഞിരിക്കുന്നത് എന്ന് തെളിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ DNA പരിശോധിച്ച് മൗലവിയുടേതാണ് എന്ന് തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ ആ വസ്ത്രം പ്രതിയുടേതാണ് എന്ന് തെളിയിച്ചിട്ട് ഇതിലൊരു ചെയിനില്ലേ? ഒരു കേസ് അന്വേഷിക്കുമ്പോൾ ആ കേസ് അന്വേഷണത്തിൻ്റെ വിവിധമായ ഘട്ടങ്ങളെ ഘടിപ്പിച്ചുകൊണ്ട് വേണം കോടതിയിലേക്ക് സമീപിക്കാൻ. അപ്പോൾ ഘടിപ്പിക്കുന്നതിൽ ഇടയ്ക്കൊരു മിസ്സിങ് വന്നാൽ കേസ് തള്ളിപ്പോകും. പ്രാഥമികമായ ഒരു അറിയാവുന്നൊരു ധാരണയാണ്, തെളിവുകൾ സമർപ്പിക്കുന്നതിൻ്റെ ഇടയിൽ 2 തെളിവുകൾ ഒത്തുവെക്കുന്നതിൻ്റെ ഇടയിൽ ഒരു മിസ്സിങ് സംഭവിച്ചാൽ ആ മിസ്സിങ്ങിലായിരിക്കും കോടതി സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഇവിടെ അങ്ങനെ ഒരു കോടതിക്ക് അത് കോടതികൾ ബോധപൂർവം ചെയ്യുന്നുണ്ടെങ്കിൽ കോടതികൾക്ക് ചെയ്യാൻ ആവശ്യമായ പശ്ചാത്തലം ഇവിടെ അന്വേഷണ സംഘം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ആ പ്രശ്നം പരിഹരിക്കാതെ, ആ പോരായ്മ പരിഹരിക്കാതെ ഏത് അപ്പീൽ കോർട്ടിലേക്കാണ് നിങ്ങൾ പോകുമെന്ന് പറയുന്നത്? അപ്പീൽ എന്നത് ഒരു രാഷ്ട്രീയ തീരുമാനമല്ല, അത് വളരെ സ്വാഭാവികമായ ഒരു നിയമപരമായ നടപടിയാണ്. ഒരു കൊലപാതക കേസിൽ പ്രാഥമിക കോടതി വിധി പ്രഖ്യാപിച്ചാൽ കേരളത്തിൽ, ഇന്ത്യയിൽ, ലോകത്തെവിടെയും ആ കോടതിയുടെ വിധിയിൽ ഒരിക്കലും ആരും നിൽക്കുകയില്ല, അപ്പീൽ കോർട്ടിൽ പോകും. സുപ്രീം കോടതി വരെയുള്ള അപ്പീൽ കോർട്ടുകളിൽ പോവുക എന്നത് വളരെ നോർമൽ പ്രൊസീജിയറാണ്. പക്ഷേ ഈ പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ആദ്യം സർക്കാർ അത് അംഗീകരിക്കണം. ഞങ്ങൾക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഗൂഢാലോചന, നവീൻ കട്ടീൽ പോലെയുള്ള തീവ്ര RSS നേതാക്കൾ കാസർഗോഡ് കേന്ദ്രീകരിച്ച് നടത്തിയ അനവധിയായ പ്രഭാഷണങ്ങളുണ്ട്. എന്താണ് നീ 3 പേർ അതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ ആരൊക്കെയായി കോണ്ടാക്ട് ചെയ്തു, അവരാരൊക്കെയായി ബന്ധപ്പെട്ടു, അവരുടെ ഫോണിലേക്ക് വന്നിട്ടുള്ള കോളുകൾ, അവരാരൊക്കെയാണ് സ്വാധീനിച്ചിട്ടുള്ളത്, ആരുടെ നിർദ്ദേശപ്രകാരമാണ് അവർ ഇത് ചെയ്തിട്ടുള്ളത് എന്ന കാര്യം അന്വേഷിക്കാത്തത് എന്താ? അത് അന്വേഷിക്കണ്ടേ? ഇപ്പോൾ CPM-ന്റെ ഒരു പ്രതിപര പ്രവർത്തകനാണ് കൊല ചെയ്യപ്പെട്ടതെങ്കിൽ ഇങ്ങനെയാണോ കേസുകൾ കൊണ്ടുപോവുക? ആ കേസ് കണ്ടുപിടിക്കാൻ ഇന്ന് കേരളത്തിൽ വളരെ സ്വാഭാവികമാണ് ഒരു കേസ് അന്വേഷണത്തിൽ അത്തരത്തിലുള്ള തെളിവുകൾ അന്വേഷിക്കുക എന്നുള്ളത്. ഇപ്പം മൗലവിയുടെ തന്നെ കോടതി ജഡ്ജ്മെൻറ്റിൽ പറയുന്ന ഒരു കാര്യമാണ്, മൗലവിയുടെ റൂമിൽ നിന്ന് ഒരു ഫോണ് കിട്ടിയിട്ടുണ്ട്, അത് വിശദ പരിശോധനയ്ക്ക് അയച്ചിട്ടില്ല. എന്താണ് അയക്കാത്തത്? മൗലവി അതിന് പ്രോസിക്യൂഷൻ പറയുന്നത് കൊല ചെയ്യപ്പെട്ട ഒരാളിൻ്റെ ഫോൺ എന്തിനാണ് ഞങ്ങൾ അയക്കുന്നത്? പക്ഷേ കോടതി അവിടെയാണ് പിടിച്ചത്. നിങ്ങൾ എന്തുകൊണ്ടത് അന്വേഷിച്ചില്ല? ഞാനത് അന്വേഷിച്ചാൽ എന്തോ കണ്ടെത്തുമോ ഇല്ല എന്ന കാര്യത്തിൽ എനിക്ക് ഇപ്പോൾ കൃത്യമായൊരു ധാരണയില്ല. പക്ഷേ ഒരു കോടതിക്ക് അങ്ങനെ പറയാൻ കഴിയുന്ന, അതും ആ ആശങ്കയും പരിഹരിക്കണമായിരുന്നു. മൗലവിയുടെ ഫോണിലേക്ക് ഏതെങ്കിലും കോൾ വന്നിട്ടുണ്ടോ? ആരെങ്കിലും അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ? മൗലവിയെ കൊല ചെയ്യുമെന്നോ മൗലവിയുടെ പള്ളി ആക്രമിക്കുമെന്നോ ഉള്ള മുൻകൂട്ടിയുള്ള ഭീഷണി ഏതെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് മൗലവിക്ക് വന്നിരുന്നോ? അതന്വേഷിക്കണ്ടേ? അത്തരം കാര്യങ്ങളെല്ലാം പഴുതടച്ചിട്ടാണ് നിങ്ങളിത് നടത്തിയത് എന്ന് ദയവായി പറയരുത്. ഇതൊരു ഗുരുതരമായ വീഴ്ചയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് രാഷ്ട്രീയം ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പിടിച്ചു നിൽക്കാൻ UAPA ചാർത്താത്തത് രാഷ്ട്രീയ ധാർമ്മികത കൊണ്ടാണ് എന്ന ന്യായീകരണം എത്രമാത്രം വിലപ്പോവും എന്നുള്ളതിനാണ് CPM ഇനി മറുപടി പറയേണ്ടത്. വളരെ നന്ദി ശ്രീ K. ഷഫീഖ്, ശ്രീ നൌഷാദ് അലി, ശ്രീ റജി ലൂക്കോസ്.